ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ചീഞ്ഞളിഞ്ഞ കണ്ടന്റ് ആണ്. താല്പര്യമുള്ളവർ മാത്രം കാണാൻ നിൽക്കുക. പിള്ളേരൊന്നും കാണിക്കല്ലേ കേട്ടാ. സബ്ജക്ട് സജിന ഫിറോസ്, പിന്നെ ഇടയ്ക്കൊരു പൂക്കുറ്റിയും. ഇതാണ് ഇന്നലെ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഓക്കെ, അതിന്റെ ഒരു തുടർച്ചയായിട്ട് കൂട്ടിയാൽ മതി. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാത്തോണ്ടായിരിക്കും ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മറുനാടൻ മലയാളിയിൽ ഒരു 100-105 മിനിറ്റ് നീളമുള്ള സജിനയുടെ ഒരു പോഡ്കാസ്റ്റെന്നോ ഇന്റർവ്യൂന്നോ വാട്ട് എവർ സജിനയ്ക്ക് പറയാനുള്ള എല്ലാം പറയാൻ പാകത്തിനൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ആണ് നോക്കാൻ പോകുന്നത്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അലിഗേഷൻസ്, പുതിയ പുതിയ കഥകൾ, പുതിയ പുതിയ ക്യാരക്ടേഴ്സ് എല്ലാം ഈ ഒരു യൂണിവേഴ്സിലോട്ട് എൻ്റർ ആവുന്നുണ്ട്. അപ്പൊ തൊപ്പിയുടെ അപരാധോ ഇവരുടെ അപരാധോ തമ്മിൽ ഇങ്ങനെ ക്ലാഷ് ആണ്. മറ്റേ ഓണം ക്ലാഷ് എന്നൊക്കെ പറയുന്നതിൻ്റെ കൊണ്ട് വലിയൊരു ക്ലാഷ് ആണ്. ഇതിനകത്ത് ആരുടെ അപരാധമാണ് മുന്നിട്ട് നിൽക്കുന്നതെന്ന് അറിയാൻ പാടില്ലാത്തൊരവസ്ഥയാണ്. അപ്പൊ എന്താണെങ്കിലും നമുക്ക് സജിന പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കാം. ഇന്നലെ ഞാനും ചെയ്ത വീഡിയോക്കകത്ത് ഇവരുടെ സ്ഥലം എവിടെയാണെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവരുടെ സ്ഥലത്ത് ഈ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടുകൊണ്ട് പെൺകുട്ടികൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഒതോ പഠിച്ചവൾ പോകുന്നു എന്ന് വിളിച്ചു പറയുന്ന നാട്ടുകാരുള്ള സ്ഥലമാണ്. അപ്പൊ ഈ ഒരു ഇന്റർവ്യൂവിന്റെ ആദ്യം തന്നെ തന്റെ സ്ഥലം എവിടെ അത് സജിന പറയുന്നുണ്ട്. ആ വീഡിയോ ഒന്ന് വെക്കാവേ. സജിന കൊല്ലത്തുകാരി. കൊല്ലക്കാരി, നമ്മളെ കൊല്ലക്കാരെ പറയിപ്പിക്കാൻ വേണ്ടി എന്തിനാണ് വന്നു? അയ്യോ, ഇവരുടെ ഭർത്താവ് കൊല്ലം പള്ളിമുക്കിലുള്ളതാണ്. അന്നേരം ഈ പുള്ളിയുടെ മറ്റേ ഫേസ് ടു ഫേസ് എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ഫിറോസ്. ആ സമയത്ത് കൊല്ലം പള്ളിമുക്കിൽ ഞാൻ യൂണിസിലാണ് പഠിച്ചത്. അന്നേരം പുള്ളി മമ്മൂട്ടിയുടെ വില്ലനായിട്ടൊക്കെ അഭിനയിച്ചപ്പോഴത്തേക്ക് വലിയ ഫ്ലക്സ് ഒക്കെ അവിടെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ പിള്ളേർ ഒരു നാട്ടുകാരൻ മമ്മൂട്ടിയുടെ വില്ലനൊക്കെ ആയിട്ട് അഭിനയിക്കും ഫേസ് ടു ഫേസ്. അതിനുശേഷം പിന്നെ ഫിറോസിനെ ഒന്നും കണ്ടിട്ടൊന്നുമില്ല. അങ്ങനെ സിനിമ വന്നപ്പോഴാണ് കണ്ടത് ഇവനെ ഷട്ടിപ്പുറത്ത് കെട്ടിത്തൂക്കിട്ട് അടിക്കുന്ന റോളാണെന്ന് മമ്മൂട്ടി. അപ്പൊ അമ്മാതിരി ഒരു റോളായിരുന്നു. പടം തന്നെ പൊട്ടിപ്പോയി. അപ്പൊ കൊല്ലക്കാരിയാണ് കൊല്ലക്കാരിയെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇനി അതിന്റെ ഒരു ചീത്തപ്പേര് കൂടെ ഉണ്ടായിരുന്നു. അതുകൂടായി. അപ്പൊ മലപ്പുറം റീജിയനിൽ നിന്ന് തൊപ്പി ആൻഡ് ഈ സൈഡിൽ നിന്ന് സജിന ഫിറോസ്. കൊള്ളാൻ എന്താണെങ്കിൽ ഇവർ രണ്ടുകൂടെ എവിടെ ഒന്നായിരിക്കും ക്ലാഷ് ആവുന്നത്. കൊല്ലത്ത് എവിടെയാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതോടൊന്ന് കേൾക്കാം. കൊല്ലം കടപ്പാക്കട ഉളിയക്കോ ടെമ്പിളിന്റെ അടുത്ത്. അപ്പൊ എനിക്കറിയാവുന്ന കൊല്ലക്കാരൊന്നും ഇങ്ങനെയല്ല കേട്ടോ. ഇങ്ങനെ വെറുതെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടുകൊണ്ട് പോകുന്ന സമയത്ത് അങ്ങനെ വിളിച്ചു പറയുന്ന കൊല്ലക്കാരൊന്നും എനിക്കറിയാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് ഞാൻ കണ്ടിട്ടും ഇല്ല. ഇനി ഉളിയകോവിലോ അവിടെയുള്ള ആൾക്കാരൊന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറ, നിങ്ങൾ അങ്ങനെ ആണോ എന്ന്. സജിന അങ്ങനെയാണെന്ന് പറയാം. നിങ്ങളുടെ സമൂഹം, നിങ്ങളുടെ കിണറിന്റെ ചുറ്റുവട്ടത്തുള്ള ആളുകളൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഒഴിച്ചോട് പോകുന്നു വിളിച്ചു പറയുന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഉള്ളവരൊന്ന് കമന്റ് ചെയ്യുക കേട്ടോ. അറിഞ്ഞിരിക്കാൻ ആ ഭാഗത്ത് അങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ടെന്ന് അറിഞ്ഞിരിക്കണമല്ലോ. പക്ഷെ അറിയാൻ വയ്യാത്ത ഒരാൾ വരുന്നതിനെക്കാട്ടിലും ബെറ്റർ പുള്ളിയുടെ ലൈഫ് കണ്ടപ്പം പുള്ളി പാവമായിട്ട് തോന്നി എനിക്ക്. കാരണം പുള്ളിയുടെ ലൈഫിലും കുറേ ഇൻസിഡൻ്റ് ഉണ്ട്. പിന്നെ എൻ്റെ പ്രത്യേകിച്ച് എൻ്റെ മോളെ അംഗീകരിക്കാൻ പറ്റുന്ന ഒരാൾ വരിക എന്ന് പറയുമ്പം, പിന്നെ ഞാൻ ആ പ്രായം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറുതാണ്. 19-20 വയസ്സേ ഉള്ളൂ എനിക്ക്. വിവാഹം നടക്കുമ്പോൾ കുഞ്ഞിന് എത്ര വയസ്സുണ്ട്? മോക്ക് 1.5 വയസ്സേ ഉള്ളൂ. 1.5-2 വയസ്സ് ആയിട്ടേ ഉള്ളൂ. അങ്ങനെയാണ്. അപ്പം അതിലും എന്തോ ഒരു പൊരുത്തക്കേടല്ലടെ ഈ പറഞ്ഞതിനകത്ത്. കാൽക്കുലേഷൻ ഒന്ന് തെറ്റിയോ? ഫിറോസിനെ കല്യാണം കഴിക്കുമ്പോഴുള്ള കാര്യമാണ് പറഞ്ഞത്. കല്യാണം കഴിക്കുന്ന സമയത്ത് 19-20 വയസ്സ്. ഓക്കെ, ലെറ്റ് us assume as 20. നമുക്ക് 20 എന്ന് എടുക്കാം. സജിനയുടെ രണ്ടാമത്തെ കല്യാണമാണ് ഫിറോസുമായിട്ട് നടത്തുന്നത്. അപ്പം ഫിറോസിനെ കല്യാണം കഴിക്കുന്ന സമയത്ത് കുട്ടിക്ക് 1.5 അല്ലെങ്കിൽ 2, ലെറ്റ് us assume as ഏറ്റവും ചെറുത് 1.5 എന്ന് എടുക്കാം. 1.5 വയസ്സ് കുട്ടിക്കാകണമെങ്കിൽ കുട്ടി ഒരു 18.5 വയസ്സ് സജിനയ്ക്കുള്ള സമയത്ത് ജനിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മാസം ഗർഭിണിയാവണമല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 17-17.5 വയസ്സായ സമയത്ത് സജിന ഗർഭിണിയായി എന്ന്. ദൈവമേ, പോക്സോ ഫസ്റ്റ് ഹസ്ബൻഡ് അകത്തുള്ള വകുപ്പൊക്കെയാണ് ഒപ്പിച്ചു പറയുന്നത്. അധികൃതർ കാണുന്നുണ്ടോ? നമ്മുടെ നാട്ടിലെങ്ങനെ അയ്യോ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇനി ഫിറോസിന്റെ കല്യാണത്തെ പറ്റി പറയുന്നുണ്ട്, പുള്ളിയുടെ ആദ്യത്തെ കല്യാണം, അതുകൂടെ കേക്ക്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇവരുടെ ഈ പുള്ളിക്കാരനെ കുറച്ച് സൈക്കോ ക്യാരക്ടറൊക്കെ ഇവർക്ക് അറിയാം. ഫാമിലിയായിട്ട് ഭയങ്കര അത് കുറച്ച് കാര്യങ്ങൾ പറയുമ്പോഴായിരിക്കും അത് ആൾക്കാർക്ക് അറിയാം. അല്ലല്ല, പുള്ളിക്കാരി തൃശ്ശൂർ ആ ഏരിയയിലുള്ള ആളാണ്. അത് ലവ് മാരേജ് ആയിരുന്നു. അവരുടേതും 17 വയസ്സിലാണ് പുള്ളിക്കാരി കല്യാണം കഴിക്കുന്നത്, നിക്കാഹ് കഴിക്കുന്നത്. വീണ്ടും പോഷ്കോ. ഇതെന്തുപാടെ ഇത്? പോഷ്കോ ഫാമിലിയോ? എന്ത് പോഷ്കോയുടെ സൂപ്പർ മാർക്കറ്റോ? ഇപ്പം അങ്ങോട്ടൊരു പോഷ്കോ ഇങ്ങോട്ടൊരു പോഷ്കോ. ഇവരെന്താണിത്? ഇത് കഴിഞ്ഞിട്ടില്ല, ഇനിയും ഉണ്ട് ഈ ഇവരുടെ യൂണിവേഴ്സിൽ പോഷ്കോ കളികൾ. വന്നതും നിന്നതും പോയതും എല്ലാം കണക്കാണ് കേട്ടോ. പറ്റുന്നുണ്ടല്ലോ ആ സന്തോഷത്തിൽ. ആ 3 മാസത്തിൽ നിന്നപ്പം ഒരു 2.5-3 മാസമൊക്കെ ആയപ്പോഴാണ് ഫിറോസിന്റെ ആദ്യത്തെ അഫെയർ ഞാൻ പൊക്കുന്നത്. അതിലാണ് എൻ്റെ കൈ ശംഭു അണ്ണൻ ഒന്നേ എനിക്കൊന്ന് ബിഗ് ബോസിലൊക്കെ ചർച്ചയായിരുന്നു.
സംഭവം. ഇത് ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പാണ്. ഇത് കല്യാണം കഴിഞ്ഞ ആ സമയത്ത് മോൻ പ്രസവിച്ച് 3 മാസത്തിൽ നമ്മൾ വീട്ടിൽ നിൽക്കുന്ന സമയത്ത്. ഫിറോസിന്റെ ബന്ധങ്ങളെ പറ്റി മാത്രം പറഞ്ഞാൽ എങ്ങനെ, താങ്കളുടെ ബന്ധങ്ങളെ പറ്റി കൂടി പറയൂ, എന്നാലും നമുക്ക് ക്രൊണോളജിക്കൽ ഓർഡറിൽ അതൊന്നും മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ടാണ് ഫിറോസ് വന്നിട്ട് ഇവരുടെ കാര്യം പറയുന്നു, ഇവര് വന്നിട്ട് അയാളുടെ കാര്യം പറയുന്നു. ഇതിനകത്ത് ശരിക്കും വന്ന ആൾക്കാർ കൺഫ്യൂസ്ഡ് ആവുന്നു, ഇതിനകത്ത് എത്ര ബന്ധങ്ങളുണ്ട് എന്നുള്ളത്. എണ്ണിയിട്ട് തീരുന്നില്ലെന്നേ. ഇവരിപ്പം കൈമുറിച്ചത് ഫിറോസിന്റെ ബന്ധം പൊക്കിയ സമയത്താണ് എന്ന് പറയുന്നു. ഫിറോസ് വന്നിട്ട് പറയുന്നു അവിടെ ബന്ധം പൊക്കിയ സമയത്താണ് അവള് കൈമുറിച്ചത്. സത്യത്തിൽ നിങ്ങൾ ആര് പറയുന്നതിലാണ് ശരി? നിങ്ങൾ തമ്മിലൊരു തീരുമാനത്തിലെത്ത്. എപ്പോഴാണ് സംഭവം നടക്കുന്നത് എന്നൊരു തീരുമാനത്തിലെത്ത്. ഫോണിന് എടുത്തിട്ട് ഞാനിത് കേട്ടിട്ട് ഞാൻ കേൾക്കുന്ന വാക്കുകൾ ഒരു പെണ്ണും കേൾക്കാൻ പറ്റാത്ത വൃത്തികെട്ട, അത് കേട്ട് എൻ്റെ ഹൃദയം പൊട്ടി ഞാൻ നിലവിളിച്ച് ഭയങ്കര കരച്ചിലും ബഹളവും. സജിനെ ഒന്നേ, ഇനി ഫിറോസ് പറയുന്നത് കേൾക്കാം. ഈ ചാറ്റിനകത്ത് വളരെ മോശമായിട്ടുള്ള ചാറ്റ്, അത് ഒരു ഭർത്താവും കാണാൻ പാടില്ലാത്ത രീതിയിലെ ചാറ്റുകളും. ഇതെന്തുവാണ് ഇത്? നിങ്ങൾ രണ്ടുപേരും പ്ലാൻ ചെയ്ത് വല്ലതും പറയുന്നതാണ്. അവിടെ ഈ ചാറ്റ് അവര് പറയുന്നത് ഒരു ഭാര്യയും കേൾക്കാൻ പാടില്ലാത്ത തരത്തിലുള്ളത്, ഇവിടെ വന്നിട്ട് ഒരു ഭർത്താവും കേൾക്കാൻ പാടില്ലാത്ത തരത്തിലുള്ളത്. ഭയങ്കര ഒത്തൊരുമയാണല്ലോ, അവീതത്തിൽ വരെ ഒത്തൊരുമയുള്ള ഭാര്യ ദമ്പതികളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അതിൽ നിന്ന് തന്നെ തെളിഞ്ഞു ഇവരുടെ പഴയ ജീവിതത്തിൻ്റെ കാര്യങ്ങളും ഇവരുടെ പ്രണയത്തിൻ്റെ കാര്യങ്ങളും. അപ്പോൾ അതൊരു നല്ല ഷോക്കുള്ളൊരു കാര്യം തന്നെയായിരുന്നു. അങ്ങനെ ഫിറോസ് ഒന്നേ ആയിട്ടുണ്ട്, രണ്ടുപേരും ഓരോരോ ഗോൾ അടിച്ചിരിക്കുകയാണ് ഗൈസ്. ഇനി അടുത്തത് നോക്കാം. അതും കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതെല്ലാം പ്രശ്നങ്ങളെല്ലാം പോയി സോൾവ് ആയി. നമ്മൾ എറണാകുളത്തോട് ഷിഫ്റ്റ് ചെയ്തപ്പം വീണ്ടും 6 മാസം കഴിഞ്ഞപ്പോൾ അടുത്ത പെണ്ണുമായിട്ട് അത് ഞാൻ അടുത്ത കാര്യങ്ങൾ പൊക്കുക, ഫോണിൽ തന്നെയാണ് പൊക്കുന്നത്. അത് സജിനെ രണ്ട് ഗോളുകളുമായി സജിനെ ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതിന് സജിനെ കടത്തിവിട്ടാൻ ഫിറോസിന് പറ്റുമോ നമുക്ക് നോക്കാം. താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മാറിയിട്ട് വേറെ ഫ്ലാറ്റിലേക്ക് താമസമായി. ഈ പാറ്റേൺ എല്ലാം സെയിം ആണ്. താമസിച്ച സ്ഥലത്ത് വേറെ, ഇവിടെ എറണാകുളത്ത് പോയതിനു ശേഷമാണ് ഈ കാര്യം നടക്കുന്നത്. അവിടുന്ന് തൊട്ടടുത്ത ഫ്ലാറ്റിൽ ഒരു സിനിമയുമായി, ഈ ആൽബങ്ങൾ സിനിമയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ഹസ്ബൻഡ് അസോസിയേറ്റ് ഡയറക്ടറാണ്, ഇവർ അസിസ്റ്റൻ്റായിട്ട് വർക്കുകളൊക്കെ ചെയ്യുന്നതാണ്. അങ്ങനെ ഇവർ മലപ്പുറത്ത് ഒരു ആൽബത്തിൻ്റെ വർക്കുമായിട്ട് ആ സമയത്ത് കണക്റ്റഡായിട്ട് നിൽക്കുന്നതാണ്. ഞങ്ങളെ വീടോട്ട് നല്ല അടുപ്പമായി ഈ രണ്ടുപേരും. അങ്ങനെ സജിനയുടെ ഈ അഭിനയമോഹം കാരണം സജിന അവരുടെ അടുത്ത് ആ കുട്ടിയെടുത്ത് ഇങ്ങനെ അവരുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പായി. അങ്ങനെ ഈ ആൽബത്തിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് സജിനയെ മലപ്പുറത്ത് കൊണ്ടുപോവുകയാണ്. മലപ്പുറം ഒരു പുതുക്കാട് അങ്ങനെ പറഞ്ഞ സ്ഥലത്ത്, കോട്ടയ്ക്കൽ പുതുക്കാട് എന്നുള്ള സ്ഥലത്ത് കൊണ്ടുപോകണം. അവരവിടെ ആൽബം പോകുന്നു. അപ്പം ഒരു ആൽബത്തിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ഇവർ വരുന്നു, ഒരാഴ്ച ഒക്കെ അവിടെ കാരണം ഒരു പാട്ടിനൊക്കെ ഒരാഴ്ച എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ എനിക്കെന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മണത്തു. അങ്ങനെ സജിന വരുന്നു, ഞാൻ ഈ മൊബൈലൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നു. ആദ്യം ഒന്നും കണ്ടില്ല, പക്ഷെ പയ്യെ എനിക്ക് മനസ്സിലായി അതിനകത്ത് അതിൻ്റെ ഡയറക്ടറുമായിട്ട് സജിന പ്രണയത്തിലാണെന്നുള്ളത്. അങ്ങനെ ഞാനത് പിടിക്കുകയാണ്. അപ്പം ഒരു ഗോളും കൂടെ അടിച്ച് രണ്ടുപേരും ഈക്വലായിരിക്കുകയാണ്. സജിന 2, ഫിറോസ് 2. അപ്പൊ ഇവര് പറയുന്ന കഥകളിലെ സന്ദർഭവും സാഹചര്യവും സ്ഥലവും ഒക്കെ ഏതാണ്ട് ഒരുപോലാണ്. ഭയങ്കര ഒത്തൊരുമയാണ് ആ കാര്യത്തിൽ വരെ. ആദ്യത്തെ നാട്ടിൽ വെച്ച് നടക്കുന്നു, പിന്നീട് എറണാകുളത്തോട് ഷിഫ്റ്റ് ആയി നടക്കുന്നു. രണ്ടുപേരുടെ അതുപോലെ തന്നെ. നിങ്ങൾ സത്യം പറഞ്ഞാൽ ഭയങ്കര മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണ് കേട്ടോ. ഇത്രയും അവഹിതത്തിൽ ഒരുമയുള്ള ദമ്പതികളെ കാണാൻ കിട്ടൂല. കഴിഞ്ഞില്ല, ഇനിയുണ്ട് സജിനയുടെ പറയുന്നത്. സജിന 3ാമത്തെ ഗോൾ അടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഒരു പെൺകൊച്ചിനുമായിട്ട് അത് ഞാൻ കണ്ട കാര്യം കേട്ടോ. ലൊക്കേഷനിൽ പോയിട്ട് ഇവരൊരു സിനിമ സെറ്റ് ചെയ്ത് അവിടെ പോയിട്ട് ഈ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് വിളിച്ച് പറയുന്നത്, സജിന പറയുന്നുണ്ട്, ഞാൻ കുറച്ചുകൂടി ചെയ്യിപ്പിക്കും. ഞാൻ ഉടനെ വിളിക്കുന്നതും ഞാൻ അവിടെ ചെന്ന് കയറുന്നതും അപ്പം തന്നെ ഞാൻ വണ്ടി എടുത്ത് ചാത്തന്നൂർ തന്നെ ഇത് ഷൂട്ട് നടക്കുന്നത്. ആ സമയത്ത് ഞാൻ അവിടെ ചെന്ന് കയറുമ്പം ഞാൻ പോയി നോക്കുമ്പം പുള്ളിക്കാരിയാണ് വന്ന് കഥ തുറക്കുന്നത് അവിടെ സെറ്റിൽ. പുള്ളിക്കാരി വന്ന് കഥ തുറക്കുമ്പം ഈ പുള്ളിക്കാരി കിടക്കുന്ന റൂമിൽ അതും അടച്ചു കിടക്കുന്നു, ഇതും അടച്ചു കിടക്കുന്നു. ഫിറോസ് ഖാൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി വന്നതെന്ന് നമുക്ക് നല്ല രീതി അറിയാൻ പറ്റും. കാരണം അവിടുത്തെ മാത്രം കഥ തുറന്ന് കിടക്കുന്നത്. ഞാൻ കയറിപ്പോയി അവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി, അടിയും ബഹളം ഉണ്ടാക്കി. ഞാൻ അവിടെ ഭയങ്കര പ്രശ്നമായിരുന്നു, ഭയങ്കര വയലൻ്റായി. എല്ലാവരും വന്നു, എല്ലാവരുടെ മുന്നിൽ ഞാൻ പറഞ്ഞു ഇതുപോലെ ഇങ്ങനെ നിങ്ങൾ കണ്ടില്ല, ഇങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളെല്ലാവരും അവിടെ എല്ലാം അറിഞ്ഞു. സജിൻ അങ്ങനെ 3ാമത്തെ ഗോൾ അടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഫിറോസ് ഖാൻ 1 ഗോളിന് പിന്നിലാണ്. ഇത് കഴിഞ്ഞിട്ട് ഫിറോസ് ഖാൻ 1 ഗോൾ അടിക്കും. ആ ഗോളോടെ നമുക്ക് കാണാം. ഇതിലെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്, ഈ ഷാനി ഫൈരൂർ അതിൻ്റെ ഡയറക്ടറായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ പ്രൊഡ്യൂസർ നജീം കല്ലറ പാകിസ്ഥാൻ മുക്കിലുള്ള ഒരുത്തനാണ്. അവനാണ് ഈ ആൽബത്തിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ അവൻ ഈ മലപ്പുറത്ത് വന്ന് കോട്ടയ്ക്കൽ പുതുക്കാട് വന്ന് സെറ്റിലായിരിക്കുകയാണ്. ഇങ്ങനെ ഈ സ്ഥിരം ഇങ്ങനെ ആൽബം ചെയ്യുന്ന ഓരോ പെൺപിള്ളേരെ കൊണ്ടുവന്നു, ഇങ്ങനെയൊക്കെ ആൽബം ചെയ്യുന്നവർ ഒരു ടീമാണ്.
അങ്ങനെ ഇവനെന്തോ അവൻ്റെ ബാങ്കിൽ 1 കോടി രൂപ കിടപ്പുണ്ട്, ഇവനിപ്പോൾ ആരുമില്ല ഇവന് അതൊക്കെ പറഞ്ഞിട്ട് കുറേ സ്ഥിരം ചില ടീമുകൾ അടിക്കുന്ന നാടക ഡയലോഗ് ഉണ്ടല്ലോ, അതൊക്കെ അടിച്ച് ഇവന് ഒരു സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നതാണ്, മറ്റേ പൈങ്കിളി സാധനങ്ങൾ ഇതൊക്കെ അടിച്ചിട്ട് ഇവളുമായിട്ട് കണക്റ്റഡ് ആകുന്നു. അവസാനം ഒരു സുപ്രഭാതത്തിൽ സജിന ഇവൻ്റെ കൂടെ ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. അത് എനിക്ക് സത്യത്തിൽ ഞാൻ മരിക്കണോ വേണ്ട എന്നുള്ള സിറ്റുവേഷനാണ്. കാരണം ഈ കുഞ്ഞില്ലായിരുന്നു ഒരു പക്ഷേ ഞാൻ ഇവരെ. അപ്പൊ ഫിറോസ് ഈക്വലായിരിക്കുകയാണ്. 3 ഗോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിരിക്കുകയാണ്. 3 എണ്ണം അവിടെ 3 എണ്ണം പൊക്കി, ഇവിടെ 3 എണ്ണം പൊക്കിയിരിക്കുകയാണ് രണ്ടുപേരും പരസ്പരം. പക്ഷെ ലാസ്റ്റ് പൊക്കിയത് അത് 1 ഗോൾ ആണെങ്കിലും അത് 2 ഗോളിന്റെ പവറാണ് കേട്ടോ. കാര്യം ഒളിച്ചോട്ടമാണ്, ഇത് പൊക്കലല്ല. ഇതിനകത്ത് വ്യക്തമായിട്ടുള്ള തെളിവുകൾ അടക്കം വെച്ചിട്ടാണ് ഫിറോസ് പറയുന്നത്. 10 കൊല്ലം മുമ്പ് നിങ്ങൾ അയച്ചു കൊടുത്ത വീഡിയോ അടക്കം എടുത്ത് വെക്കുന്നുണ്ട്. ഫിറോസ് പറയുന്ന കാര്യങ്ങളിൽ കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ട്. ആരൊക്കെയാണ് നിങ്ങളുടെ കൂടെ വന്നത്, അവരുടെയൊക്കെ പേരും ഫോട്ടോ അടക്കം വെച്ചിട്ടാണ് ഫിറോസ് പറയുന്നത്. സജിന പറയുന്നത് കഥ മാത്രമാണ്, ക്ലാരിറ്റി ഇല്ല. അപ്പൊ മൊത്തത്തിലൊരു ക്ലാരിറ്റി വെച്ച് നോക്കുവാണെങ്കിൽ ഫിറോസ് പറയുന്നതാണ് നമ്മൾ കുറച്ചും കൂടെ വിശ്വസനീയം. അപ്പൊ ഈ ഒളിച്ചോട്ടവുമായി ബന്ധപ്പെട്ട് സജിന കടന്ന് മെഴുകുന്നുണ്ട്. മെഴുകലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കടന്ന് മെഴുകുന്നത് അയ്യോ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നിങ്ങളത് നിങ്ങൾ കാണണം, അത് കാണേണ്ട സാധനമാണത്. ഞാൻ പുള്ളിക്കാരനെ വേണ്ട എന്നുള്ള തീരുമാനം എടുക്കുക. കാരണം ഇത് എത്രയെന്ന് പറഞ്ഞാൽ നമ്മളൊരു പെണ്ണ് സഹിച്ച് നിൽക്കുന്നത്. അപ്പം ഞാൻ പാവട കഷ്ടം ഇത്രയൊന്നും പറയാൻ സഹിക്കുന്നേ. ഞാൻ ഇൻഡിവിജ്വലായിട്ടൊരു വർക്ക് ചെയ്യണം. ആ സമയത്ത് ഞാൻ ചെറിയ വർക്കുകൾ, ഷോർട്ട് ഫിലിമുകൾ, അതേപോലെ ചെറിയ കുഞ്ഞു ഫിറോസിൻ്റെ തന്നെ. ഈ ഫിറോസ് ഖാൻ ഇല്ലാതെ ഞാൻ എവിടെയും പോയിട്ടില്ല. പുള്ളിയുടെ കൂടെ തന്നെ ഫിറോസ് ഖാൻ എന്ന് പറഞ്ഞ് പുറകെ നടന്നിട്ടുള്ളൂ. അങ്ങനെ ഇൻഡിവിജ്വലായിട്ട് ഞാൻ വർക്ക് ചെയ്തപ്പോൾ ഞാൻ ഓർത്തു, എന്തിനാണ് ഞാൻ ഈ സ്ട്രഗിൾ ചെയ്യുന്നത്? വേണ്ട, ഈ ലൈഫ് വേണ്ടാന്ന് വെച്ച് ഇവൻ്റെ പല വൃത്തികേടും കണ്ട് അതിനുശേഷം പല പൊക്കി ഞാൻ ലാസ്റ്റ് തീരുമാനം എടുത്തു, എനിക്ക് വേണ്ട. വെരി ഗുഡ്, തീരുമാനം എടുത്തു. ഇപ്പം കണ്ടൊരു വീഡിയോ അതിനകത്ത്, ഇപ്പം ഒരു വീഡിയോ, പഴയ ഒരു വീഡിയോ വന്നുകൊണ്ട്, പണ്ടത്തെ ഒരു വീഡിയോ, അതായത് 19-20 വയസ്സിൽ 21 വയസ്സിലുള്ളത് ആ ടൈമിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഇപ്പം ഫിറോസ് ഞാൻ ഒരാളുമായിട്ട് ഞാൻ ഇറങ്ങിപ്പോയി, എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എഴുതുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അതുള്ളത് തന്നെയാണ്. കാരണം എനിക്ക് ഇയാളെ വേണ്ടാന്ന് വെച്ച് ഇയാൾ എൻ്റെ അടുത്ത് കാണിച്ച വേദന തിരിച്ച് ഞാൻ മനസ്സിലാക്കാത്ത അന്നത്തെ ഒരു പൊട്ടത്തരത്തിൽ ഞാൻ കാണിച്ച പൊട്ടത്തരമാണത്. കാരണം എനിക്ക് ഇയാളെ വേണ്ടാന്നുള്ളത് ഇയാൾക്ക് എൻ്റെ അടുത്ത് കാണിക്കുന്ന വേദന ഇയാളെ ഇട്ടിട്ട് പോകുമ്പോൾ ഇയാൾക്ക് മനസ്സിലാകണം എന്ന് പറഞ്ഞ് ഞാൻ ഒരു പണിഷ്മെന്റ് പോലെ. എന്നിട്ട് എൻ്റെ വീട്ടുകാർക്ക് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പണിഷ്മെന്റ് സീരിയസ്ലി ഇത് ചിരിക്കുന്ന ദൈവം ഇത് കണ്ടിട്ട് കേട്ടിട്ട്. ഫിറോസിന്റെ അടുത്ത് പ്രതികാരം കാട്ടിയതാണ് ഗൈസ്. ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയിട്ടാണ് പ്രതികാരം കാട്ടുന്നത്. എന്നിട്ട് ആ വീഡിയോക്കകത്ത് ഭയങ്കര കളിച്ച് ചിരിച്ചൊക്കെയാണല്ലോ. എന്നിട്ട് കണ്ടിട്ടൊരു പ്രതികാരം മൂഡ് പോലും ഇല്ലല്ലോ ആ വീഡിയോക്കകത്ത്. ആ പ്രതികാരം കാട്ടുന്ന വീഡിയോ ഞാനൊന്ന് കാണിക്കാം കേട്ടോ. ഒരു 10 പ്രതികാരം കാട്ടുന്ന വീഡിയോ ഒന്ന് വെക്കാവേ, ഒന്നുകൂടെ വെക്കാം. ചിരിക്കല്ലേ, പ്രതികാരമാണ് കേട്ടോ, ചിരിക്കല്ലേ. എന്റെ സ്വന്തം ഇഷ്ടത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ഇത്രയും വ്യക്തമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് ഫിറോസിനോട് ജീവിക്കാൻ. പ്രതികാരം പിന്നെ ഞാൻ ഫിറോസിനോട് ജീവിക്കുന്നത് ഇത്രയും വ്യക്തമായിട്ട്. അത് ഇങ്ങനെയും തേമ്പും അത് വരുന്നുണ്ട്, വഴിയെ വരുന്നുണ്ട്. ഇത്രയും വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ട് ഫിറോസിനോട് ഇനിയിപ്പോ ജീവിക്കാനോ പ്രതികാരം പറ്റണ്ട. ഒലിച്ചിറങ്ങണ്ട, അയ്യോ പ്രതികാരം നോക്കണേ, പ്രതികാരം. എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ ഇറങ്ങി വന്ന് സ്വന്തം ഇഷ്ടത്തിൽ എഴുതി. എനിക്ക് നാളെ കാലത്ത് എൻ്റെ ലൈഫിൽ, നമ്മളെ ലൈഫിൽ ഒരിക്കലും ഒരു ബാധ്യത ആവില്ല ഫിറോസ്. അതിന് വേണ്ടിയിട്ട് എഴുതി. ഓക്കെ. ആ ഇളി കണ്ടോ, പ്രതികാരത്തിന്റെ ഇളി കണ്ടോ ഗൈസ്? പ്രതികാരത്തിന്റെ ഇളി ഇത്രയും കളിച്ച് ഉല്ലസിച്ച് ചിരിച്ചു മറിഞ്ഞിട്ടുള്ള ഒരു പ്രതികാരം. അത് ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു പ്രതികാരം കാണും സത്യമായിട്ടും. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ പ്രതികാരം കണ്ടോ? ഒന്ന് കമന്റ് ചെയ്യണം. എന്റെ അറിവിൽ പോലും അല്ല ഇങ്ങനെയുള്ള ഒരു പ്രതികാരം. സ്വന്തം ഭർത്താവ് മറ്റുള്ള പെണ്ണുങ്ങളുടെ കൂടെ പോയപ്പോൾ ഭർത്താവിനെ തൊപ്പിക്കാൻ വേണ്ടി വേറൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോകുന്ന ഭാര്യയുടെ പ്രതികാരം. സൂപ്പർ. ഇവരുടെ കണ്ണീർ സീരിയലിനകത്ത് പോലും ഇല്ല ഇത്രയും നല്ല ട്വിസ്റ്റ് ആൻഡ് ടൈംസ്. എൻ്റെ വീട്ടുകാർ അവരുടെ കുഞ്ഞുമായെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞുമ്മ ഞാനിങ്ങനെയാണ്. അവരുടെ അനിയൻ്റെ അടുത്ത് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. ഫിർദോസ് എന്ന് പറഞ്ഞാൽ അനിയൻ്റെ അടുത്ത് വിളിച്ച് ഞാൻ പറഞ്ഞു, എടാ ഇങ്ങനെ ഒരു കാര്യമാണ്,
എനിക്ക് മടുത്തു. പക്ഷെ പണി ഞാൻ തിരിച്ചു കൊടുക്കും. എന്നെ വേദനിപ്പ് എന്താണെന്നുള്ള പണിയാണ് കേട്ടോ കണ്ടത്, ആ പണിയാണേ. അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അയാളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. എന്നിട്ട് ഞാനാണ് അയാളെ വിളിച്ചിട്ട് ഈ വീഡിയോ ഇട്ട് കൊടുക്കുന്നതും ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഇട്ട് ഇയാളെ ടോർച്ചർ ചെയ്യുമായിരുന്നു സത്യം പറഞ്ഞാൽ. നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ മാരേജ് ചെയ്ത് എനിക്ക് വേണ്ട, നിങ്ങൾ ഇറങ്ങിപ്പോ. അപ്പോൾ പറഞ്ഞു സജിന സത്യമായിരുന്നോ ഒരാളുടെ കൂടെ പോയി? അല്ല, അത് ഞാൻ പറഞ്ഞില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവിടുത്തെ ഒരു മണ്ടത്തരം നമ്മളെ ലൈഫിൽ വേണ്ടാന്ന് വെച്ച് ഞാൻ പോയത് തന്നെയാണത്. വേണ്ടാന്ന് വെച്ച് ഞാൻ പോയത് തന്നെയാണ്. അത് ഞാൻ ഇല്ലാന്ന് ഒരിക്കലും ഇല്ലില്ല. അത് പോയി ഒരു മാസം തന്നെ പുള്ളിക്കാരൻ വിളിച്ച് കരച്ചിൽ പിടിച്ചിൽ വർക്ക് പറഞ്ഞപ്പോൾ അയ്യോ ചേട്ടൻ കോലക്കോമഡി ചേട്ടാ ആങ്കറിട്ട് അത് എത്ര നാളത്തേക്കാണ്? ഇൻസ്റ്റാൾമെന്റ് വല്ലതാണോ? എത്ര നാളത്തേക്കാണ് പോയത്? ചേട്ടൻ ഊക്കിയതാണോ? എന്റെ പൊന്നെ, ഞാൻ ഇവന്റെ റിവെഞ്ച് മൈൻഡില്ല, അതായത് ഇവൻ എൻ്റെ അടുത്ത് കാണിച്ചതിന്റെ ഒരു അതെ റിവെഞ്ച് മൈൻഡാ. എത്ര നാളത്തേക്കാണ് പോയത്? മൈൻഡിലാണ് ഞാൻ. സജിന ഇങ്ങനെ ഇയാളെ ഉപേക്ഷിച്ചു മറ്റൊരാളുടെ കൂടെ ജീവിതമല്ല. പുള്ളിക്ക് ദഹിക്കുന്നില്ല. പുള്ളിക്ക് വാദം 4 പറയണമെന്നുണ്ട്. എന്നാ കോണാച്ചിലെ റിവെഞ്ച് ആണെന്ന് ചോദിക്കണമെന്നുണ്ട്. മാന്യമായി ഉളുമ്പ് ഇരിക്കുക. പുള്ളി ക്യാമറ ഉണ്ടായണ്ട. അയ്യോ, ജീവിക്കാനല്ല, ഇതിനുള്ളൊരു പണിഷ്മെന്റ് പോലെ ക്ഷമിച്ചോ അങ്ങനെ പോയത്? ആരാ? ഫിറോസ് കരഞ്ഞു വിളിച്ചിട്ട് എനിക്ക് നീ ഇല്ലാതെ പറ്റത്തില്ല സജന, നീ ഒരിക്കലും അങ്ങനെ നീ പോകരുത്, നമ്മളെ കുഞ്ഞുങ്ങൾ. ഇത് കേട്ടിട്ട് ചിരിച്ച് നമ്മൾ കരിഞ്ഞ പുല്ല്. അയ്യോ, ഫിറോസ് എന്തിനു മാറിയാണോ എന്തോ ഇങ്ങനെ പോയതൊക്കെ പിന്നെയും വിളിച്ച് ജീവിതത്തിലോട്ട് കയറ്റാൻ വേണ്ടിട്ട്. ഷൂട്ട് ചെയ്ത് കൊടുത്തതാണ്. അത് തന്നെ, അവിടുന്ന് ഷൂട്ട് ചെയ്യുന്നത് ഞാൻ എനിക്ക് ഇവനെ വേണ്ട, എന്റെ സ്വന്തം ഇഷ്ടത്തിൽ ഇറങ്ങി വരുവാന്ന് പറഞ്ഞൊരു സാധനം ക്രിയേറ്റ് ചെയ്ത സാധനം, ഒരു വീഡിയോ ആണ് അവൻ ഇട്ടു. ഈ സാധനം നമ്മൾ അറിയുന്നുണ്ടോ? ഇവനെ വേദനിപ്പിക്കാൻ ഇവന് മനഃപൂർവ്വം ഇട്ട് കൊടുത്ത സാധനമാണത്. അല്ല, ഈ നമ്മൾ ഈ മനഃപൂർവ്വം ഇട്ട് കൊടുത്തു എന്ന് പറയുന്നത് പ്രതികാരം ചെയ്യാം. ഇതൊരു വിചിത്രമായ പ്രതികാരമായി പോയി. അല്ല, കാരണം നമ്മൾ പറയുന്നത് പുള്ളി അവിടെ ഇരുന്നിട്ട് പുള്ളിക്ക് അറിയാവുന്ന മാന്യമായ ഭാഷയിൽ ഇതൊരു വിചിത്രമായ പ്രതികാരമായിരുന്നല്ലോ. ആ ചേട്ടനെ സമ്മതിക്കണം, നിങ്ങളെ സമ്മതിക്കണം കേട്ടോ. ഇതൊക്കെ കണ്ടിരുന്നല്ലോ, ഇതൊക്കെ കേട്ടിരുന്നല്ലോ. ഒരുത്തൻ്റെ ഇവിടെ ഇറങ്ങിപ്പോയി. ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കഥ പറഞ്ഞായിരുന്നല്ലോ, ഇവരുടെ നാട്ടിൽ ഭയങ്കര ചെള്ളിന്റെ കടി കൂടുതലായിരുന്നു. ആ ചെള്ളിന്റെ ഈ ശല്യം കൂടിയ സമയത്ത് ഇങ്ങനെ വന്ന് കടിക്കുകയാണ്. ഇങ്ങനെ കടി കൂടി അങ്ങനെ ചൊറിഞ്ഞ് കാലൊക്കെ ഇങ്ങനെ പൊട്ടിയ സമയത്ത് ചെള്ളിന്റെ കടി മൂത്തത് കാരണം നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ കാരണം കിട്ടിയ ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. എന്നിട്ട് വന്നിട്ട് പറയാണ് പ്രതികാരമാണത്. അയ്യോ, എന്താ പറയാ, അതാ ഞാൻ പറഞ്ഞത്, നമ്മളുടെ പൊട്ട ബുദ്ധിയിൽ തോന്നുന്ന പൊട്ടത്തരം തോന്നിക്കുന്ന നമ്മളെ തന്നെ ഇല്ലാ പൊട്ടത്തരമായിരുന്നു പ്രതികാരം ാക്കിയിട്ട് നമ്മൾ പറയുന്നത് തരുന്ന വഴി തന്നെ തിരിച്ചു പണി കൊടുക്കാന്നുള്ള സാധനത്തിലാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകണമെങ്കിൽ നമുക്കിപ്പോൾ വേറൊരാളുടെ കൂടെ പോകണമെങ്കിൽ ആ ആളുമായിട്ടൊരു റിലേഷൻ, ഒരു അഫയർ ഒക്കെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഷോർട്ട് ഫിലിമിന്റെ കാര്യത്തിൽ പോയപ്പം ആക്ച്വലി നമ്മൾ ഈ പറയുന്ന കണക്ക് നമുക്ക് കുറേ ക്രൂരത നമ്മളടുത്ത് കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഒരാളുടെ അറ്റാച്ച്മെന്റ് തോന്നും. അത് സ്വാഭാവികമാണ്. കാരണം ഇവിടുത്തെ ക്രൂരതയും ഇങ്ങനെയുള്ള കാര്യങ്ങളും വരുമ്പം എൻ്റെ കൊച്ചു പ്രായമാണ്. സ്വാഭാവികമാണ് കേട്ടോ. ഒന്ന് ഷൂട്ടിങ്ങിന് പോയതേ ഉള്ളു. ഒന്ന് ചേട്ടൻ ഒന്ന് മോളെ എന്ന് വിളിച്ചപ്പോ എന്താ നിക്കോ ഞാൻ അറിയാതെ എനിക്ക് ചെറിയൊരു അറ്റാച്ച്മെന്റ് തോന്നി. അത് സ്വാഭാവികമായിട്ട് എത്ര സ്ത്രീകൾക്ക് ഇങ്ങനെ സ്വാഭാവികമായിട്ട് ഉണ്ടാവും എനിക്കറിയത്തില്ല. അന്നത്തെ പ്രായത്തിൽ പൊട്ടത്തരത്തിൽ നമ്മൾ ചിലപ്പം ഏതെങ്കിലും ആരെങ്കിലും 5-6 ആൾക്ക് പറഞ്ഞാൽ നമ്മൾ വീണു. എവിടെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കും. ഇത് പ്രതികാരമാണോ അതോ പൊട്ടത്തരമാണോ? നേരത്തെ പറഞ്ഞു ഞങ്ങൾ പ്ലാൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് പ്രതികാരത്തിന് ഇറങ്ങിപ്പോയത്. ഇപ്പൊ വന്നിട്ട് പറയും അതിന് പൊട്ടത്തരം വരുന്നു പഞ്ചാര വാക്ക് പറഞ്ഞപ്പോ ശരിക്കും എന്താണ് സംഭവം? എന്താണ്? മറ്റേ മൂത്തപ്പ ഇറങ്ങിപ്പോയതല്ലേ? അല്ലെ, പ്രേമം മൂത്തപ്പ ഇറങ്ങിപ്പോയതല്ലേ? അല്ലേ? അതങ്ങ് പറഞ്ഞാൽ മതി. അതിനകത്ത് പ്രതികാരം, അയ്യോ വല്ലാത്തൊരു പ്രതികാരം തന്നെ കേട്ടോ. നല്ല ഒന്നാന്തരം A ക്ലാസ് അവിഹിതം, A ക്ലാസ് സാധനം. എന്റെ പൊന്ന് സജിന, ഇങ്ങനെ ഒരു മെഴുകുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ഇതാ ലിമിറ്റും ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയി. ഇങ്ങനെ കിടന്ന് മെഴുകല്ലേ. ഇത് കേട്ടോണ്ടിരിക്കുന്ന ആളുകൾ പൊട്ടന്മാരല്ല, അങ്ങേർക്കും കാര്യം മനസ്സിലായി. മുമ്പിൽ ഇരുന്ന് സംസാരിച്ചിട്ട് അങ്ങേർക്കും മനസ്സിലായി. അങ്ങേരുന്ന് ഉണ്ടാക്കാനാണോ ഈ കഥയൊക്കെ വിശ്വസിക്കാൻ? പ്രതികാരം തീർക്കാൻ വേണ്ടി ഇറങ്ങിപ്പോയതാണ്. ഇപ്പൊ സജിന പറഞ്ഞു വന്നത് നിങ്ങൾ കേട്ടല്ലോ. ഈ ഫിറോസിന്റെ ഇത് കാരണം അങ്ങ് വേണ്ട എന്ന് വെച്ച് അങ്ങനെ വെറുത്ത് ഇറങ്ങിപ്പോയ വ്യക്തിയാണ്. ഇത് കഴിഞ്ഞിട്ടൊരു ഡയലോഗ് അടിക്കുന്നുണ്ട്, ഒന്ന് കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടോണം. കൊല്ലത്ത് തന്നെ അല്ലല്ല, മലപ്പുറം ആ ഏരിയയിലായിരുന്നു ഇറങ്ങിപ്പോയത്. ആ മലപ്പുറം സൈഡിലോട്ടാണ് പോയത്. ഓ ശരി. അത് അങ്ങനെ ഒരു നിങ്ങൾ അങ്ങനെ പോയെങ്കിൽ വേറൊരു ഉടനെ തന്നെ തിരിച്ചു പോന്നു. ആ ടൈം പുള്ളിക്ക് ചോദിക്കാൻ വയ്യ. പുള്ളിയുടെ നാക്കിട എന്ത് ചോദിക്കാൻ. അയ്യോ, നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഫിറോസ് പറഞ്ഞായിരുന്നല്ലോ അവനോട് പോയിട്ട് 1-2 ദിവസം കുറച്ച് നാളായിട്ട് ഇനി ഇറങ്ങി തിരിച്ച് വന്നെന്ന്. അതിനെപ്പറ്റിയാ പറയാൻ പോത്തെ.
ഉടനെ തന്നെ തിരിച്ചു പോന്നു. ആ ടൈമിൽ തന്നെ ഫിറോസ് ഖാൻ ഇതെല്ലാം ഇട്ട് കൊടുത്തപ്പോൾ തന്നെ തിരിച്ച് പുള്ളി കരഞ്ഞു വിളിച്ചു. എനിക്ക് പുള്ളി തന്നെയാണല്ലോ അപ്പോഴും. അപ്പൊ ഈ കൂടെ വന്നയാൾ അയ്യോ 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 ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയിട്ട് ഇപ്പൊ പറഞ്ഞു പറയാ എനിക്ക് ഫിറോസ് ഖാൻ തന്നെയാണോ എന്റെ 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 എല്ലാം, എന്റെ പൊന്നിക്ക എന്റെ പൊന്നിക്ക എന്റെ ഇക്ക എന്റെ ഇക്ക എന്റെ പൊന്നേ, ഇത് എന്തൊരു സ്ത്രീയാണേ നിങ്ങളിത്. ഒരുത്തന്റെ അവീതം പൊക്കി അവൻ ഇറങ്ങിപ്പോയി, വേറെ കൂടെ പോയിട്ട് അവന്റെ മുമ്പിൽ ചെന്ന് അവനെ വിട്ടിട്ട് തിരിച്ച് എവന്റെ കൂടെ പിന്നെയും പോയി ഫിറോസിന്റെ കൂടെ. എന്നിട്ട് പറയാ എനിക്ക് എന്റെ ഇക്കാരനാണല്ലോ എനിക്കെല്ലാം. ഇങ്ങനെ ഇങ്ങനെ ഇതെങ്ങനെ സാധിക്കുന്നത്? അപ്പൊ കാണുന്നവൻ ഇക്ക എന്ന് വിളിക്കുന്ന ഒരു രോഗം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇക്ക ചുരുക്കം പറഞ്ഞ ആരെടുത്ത് കമ്മിറ്റ്മെന്റ് ഇല്ല, ആര് വിളിക്കുന്നു അങ്ങോട്ട് പോകുന്ന സെറ്റപ്പ്. അവൻ വിളിച്ചപ്പോ അവനോട് പോയി ഫിറോസ് ഇവിടെ നിന്ന് കരഞ്ഞോണ്ട് ചെപ്പിടിച്ച് ഇങ്ങോട്ട് വന്നു. എന്തുവാടേ ഇത്, എന്തൊരു ജീവിതമാണിത്. ഇനി ഈ ഇറങ്ങി പോയവനുണ്ടല്ലോ അവനെ മുഞ്ചിക്കുന്ന കഥ പറയുന്നുണ്ടാവുന്ന കേക്ക്. അല്ല, അതൊക്കെ നമ്മൾ പ്ലാൻഡ് ആയിരുന്നു എല്ലാവരും. ഇങ്ങനെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്ത സാധനമാണ്. എന്നിട്ടും പുള്ളിക്കാരൻ ആക്ച്വലി എൻ്റെ ഇത് ഒരു പ്രതികാരത്തിന് വേണ്ടി നിങ്ങൾ അഭിനയിച്ചു എന്നാണോ പറയുന്നത്? അല്ലല്ല, ശരിക്കും പറഞ്ഞാൽ അത് അല്ലല്ല നേരത്തെ അഭിനയിച്ചു എന്നായിരുന്നു, ഇപ്പൊ കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരനും എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹം, പുള്ളിക്കാരൻ അങ്ങ് സീരിയസ് ആവുന്നുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ മനസ്സിൽ എനിക്ക് റിവെഞ്ച് ആയിരുന്നു പുള്ളിക്കാരൻ. നമ്മള് ശരിക്കും അയാളെ പറ്റിച്ചതാണോ? ശരിക്കും പറഞ്ഞാൽ അതും വേണമെങ്കിൽ പറയാം. ഞാൻ എനിക്ക് പുള്ളിയെടുത്തുള്ള പ്രതികാരം കിട്ടാൻ ഒരാളെ ഞാൻ അത് ഒരാളെ സമർത്ഥമായിട്ട് ഉപയോഗിച്ചു തന്നെ വേണമെങ്കിൽ പറയാം. അയാളിപ്പോ ഒരേ സമയം രണ്ടാമന്മാരെ മോചിപ്പിക്കുന്ന കഥയാണ് ഇത്ര സിമ്പിൾ ആയിട്ട് ഇരുന്ന് പറഞ്ഞത്. ഒരുത്തന്റെ അടുത്ത് പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് മറ്റൊരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയി, എന്നിട്ട് അവനെ മോചിച്ചിട്ട് ഇവന്റെ അടുത്ത് തന്നെ തിരിച്ചു വന്നു. കയ്യടി അറിയിക്കുന്നു, കയ്യടി കയ്യടി കയ്യടി. സമ്മതിക്കണം. എത്ര സിമ്പിൾ ആയിട്ടാണ് പറയുന്നത്. ഇതിൽ നിന്ന് തന്നെ ഇവരുടെ ക്യാരക്ടർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ നാട്ടുകാർ മറ്റേ ഈ ലിപ്സ്റ്റിക് ഇടുന്നതിനെ പറ്റി തന്നെയാണോ മറ്റേ വിളിച്ചത്? സത്യം പറ ലിപ്സ്റ്റിക് ഇട്ട് പുറത്തു പോകുന്നതിന്റെ പേര് തന്നെയാണോ അങ്ങനെ വിളിച്ചത്? അത് ഞാൻ പാടില്ലാത്തൊരു ചോദിക്കാം, വെറുതെ നാട്ടുകാരെ കുറ്റം പറയുന്നത്. കഴിഞ്ഞിട്ട് ഒരു ഷോർട്ട് ഫിലിമിന് ഷൂട്ടിനായിട്ട് പോയതാ. കാരണം ആ ഷൂട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അവിടുത്തെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ഇപ്പോഴും അവരെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്ത് അറിയാം ഇതിന്റെ കഥകൾ മൊത്തം. ഇനി നമുക്ക് ഇതിന്റെ അപ്പർ വെർഷൻ കേൾക്കാൻ വയ്യ. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവരുമായിട്ട് നമ്മൾ പോയിട്ട് അവിടെ നിന്ന് നമ്മൾ എൻ്റെ ഈ കഥകളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സാധനം പറഞ്ഞു, ഇങ്ങനെ എനിക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ഓക്കെ പറഞ്ഞത് അവർ. പിന്നെ ഈ സ്വാഭാവികമായിട്ട് ഞാൻ അതില്ലാന്നും പറയുന്നില്ല, അവിടെ എനിക്കൊരു ഇഷ്ടവും അവിടെയും പുള്ളിക്കാരനും ഒരു ഇഷ്ടം തോന്നി, പുള്ളിക്കാരനും എൻ്റെ അടുത്തൊരു ഇഷ്ടം തോന്നിയായിരുന്നു. പക്ഷേ പരസ്പരം ഇഷ്ടപ്പെട്ടു പോയതാണ് ശരിക്കും. പോയതേ അല്ല, അത് ആ സാധനം ഉണ്ടാക്കിയത് തികച്ചും നമ്മളൊരു സ്ക്രിപ്റ്റഡ് ആയിരുന്നു. ഒരിക്കലും പോകാൻ വേണ്ടിയിട്ടോ, കാരണം ലീഗലി കല്യാണം കഴിച്ച ഒരാൾ ഡിവോഴ്സ് ചെയ്യാതെ ഒരാളോട് പോകാൻ പറ്റുമോ? ഒരിക്കലും പോകാൻ പറ്റുമെന്ന് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇയാളെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്ത ഒരു സാധനമാണ്, തികച്ചും ക്രിയേറ്റീവ് ആയിട്ടൊരു സാധനം. അല്ല, ചേട്ടനിട്ട് ഊക്കുക. അയ്യോ ആക്ടിങ് എനിക്ക് പുള്ളിയെടുത്തൊരു ചെറിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ പ്രതികാരം ചെയ്യാൻ വേണ്ടി പോയതാണ്. ആരും തെറ്റിദ്ധരിക്കല്ലേ, പുണ്യാളത്തി. അതിനുശേഷം അതിനകത്തുനിന്ന് ഒരു പെൺകൊച്ചിനെ കയറി ഞങ്ങളെല്ലാവരും കൂടെ പാർട്ടി എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന സമയത്ത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണും ഓപ്പോസിറ്റ് ഒരു കണ്ണാടി കൂടെ ബാത്റൂമിനകത്ത് ഈ കൊച്ചിനെ കയറി ഉമ്മ വെക്കുന്നത് ഞാൻ കാണുന്നത്. ഇപ്പം ആ കൊച്ചു എൻ്റെ അടുത്ത് സത്യാവസ്ഥ പറയും. സജിന 4ാമത്തെ ഗോൾ അടിച്ചിരിക്കുകയാണ്. ഞാൻ ഇത് എണ്ണുന്നില്ല, ഞാൻ എണ്ണൽ നിർത്തി. എണ്ണാൻ നിന്ന് കഴിഞ്ഞാൽ ഇതൊരു 10 മണിക്കൂർ വീഡിയോ ആയി ചിലപ്പം പോകും. അതുകൊണ്ട് ഞാൻ എണ്ണൽ നിർത്തി ഗൈസ്. നിങ്ങൾ ആരെങ്കിലും ഒക്കെ ജയിക്കും. ഇതിപ്പം പറഞ്ഞു വരുന്ന മറ്റേ സൂര്യ ടിവിയിലെ പ്രോഗ്രാമിന് പോയ സമയത്ത് ഫിറോസ് ഒരു പെങ്കൊച്ചിനെ ഉമ്മ വെച്ചത് കണ്ട കാര്യമാണേ. പറയുന്നുണ്ട് അവരുടെ കൂടെ നിന്ന് പറഞ്ഞ് ഞാനല്ല ഫിറോസ് ഖാൻ കയറി പിടിച്ചതാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കാണുന്ന കാഴ്ച ആ പെണ്ണിനെ ഫ്രഞ്ച് ചെയ്യുന്നതും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ പിടിച്ചു പോകുന്നതാണ് ഞാൻ കാണുന്നത്. എനിക്ക് അപ്പം രണ്ടുപേരും ഒരു പെണ്ണിനെ തൊടുമ്പം ഞാൻ അതിനെ കുറ്റം പറയുകയല്ല, പെടുമ്പം നമ്മൾ കുതറി മാറുകയല്ലേ ചെയ്യുന്നത്. അല്ലല്ല, ഒരു ആക്ടറാണ്. അപ്പം അത് വന്ന് കണ്ടുപിടിച്ചു. അതും ഇതുപോലെ സെറ്റിലുള്ള ആൾക്കാരൊക്കെ അറിഞ്ഞു. ഞാൻ ഭയങ്കര കരച്ചിലും ബഹളവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ പോയി. 4ാമത്തേൽ ഞാൻ നിർത്തി. ഈ കഥ ഇവർ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. ഈ സൂര്യ ടിവിയുടെ ഈ പ്രോഗ്രാം സൂപ്പർ ജോഡി എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ സെറ്റിൽ ഇവർ ആഫ്റ്റർ പാർട്ടി ഷൂട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള പരിപാടിയിൽ വെച്ചിട്ട് ഫിറോസ് ഖാൻ അടിച്ച് ഗിണ്ടിയായിട്ട് ഒരു പെണ്ണിനെ പോയി ഉമ്മ വെച്ചു എന്നുള്ളത്. ആ സ്ത്രീ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു സംഭവം നടന്നതിനകത്ത് അവർ ഉത്തരവാദിയല്ല, ഫ്രഞ്ച് കിസ് അല്ല അന്ന് അടിച്ചത്, കയ്യിലാണ് ഉമ്മ വെച്ചത് എന്ന്. ഇവരിപ്പോഴും വന്ന് പറയുന്നത് ആ സ്ത്രീയെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ്, അന്ന് ഫ്രഞ്ച് കിസ് ആണ് അടിച്ചത് എന്നുള്ള രീതിയിലാണ്. എൻ്റെ പൊന്നു സജ്ജന, നിങ്ങൾ ഉള്ളതുപോലെ പറയാം. എന്തിനാണ് ഇങ്ങനെ മസാല കയറ്റാൻ നിൽക്കുന്നത്? ഉമ്മ വെച്ച് എന്നുള്ള സംഭവം ശരിയാണ്, അതിനകത്ത് ഈ അജിനോമോട്ടോ ചേർക്കുന്ന എന്തിനാണ്? അതായത് ഈ പുള്ളിക്കാരൻ അതിൻ്റെ കൂടെ തന്നെ എന്നെ സംശയങ്ങളും ഉണ്ട്. അതായത്
കുറേ ആൾക്കാരെ വെച്ചിട്ട് അവിടെ ഇവിടെ എല്ലാം വെച്ചിട്ട് അത് വളരെ വൃത്തിയായിട്ട പരിപാടി. സജിനെ ഫിറോസ് സംശയിക്കുന്നു എന്ന്. അത് സംശയങ്ങൾ വരുന്ന പിന്നെയാണേ. ഇവനെ ഞാൻ വർക്കിന് ഇറങ്ങിയപ്പോൾ ഈ നമ്മൾ പറയത്തില്ലേ, നമ്മൾ തെറ്റ് ചെയ്യുന്നവർക്കാണ് മറ്റുള്ളവരെ സംശയം വരുന്നത്. അല്ലാതെ ഒരിക്കലും നമ്മൾ തെറ്റ് ചെയ്യാത്ത ആൾക്കാർക്ക് ഒരിക്കലും മറ്റുള്ളവർക്ക് സംശയം വരത്തില്ല. അത് ശരിയാണത്. ഇത്രയും സൽസ്വഭാവിയായിട്ടുള്ള സജിനെ സംശയിക്കാൻ പാടുണ്ടോ ഫിറോസെ? എന്നാ പരിപാടി നീ കാണിക്കുന്നേ? അൽഫോൺസ് അമ്മയെക്കാളും പരിശുദ്ധയാണ് സജിന. അപ്പൊ ഒരു തരത്തിലും സംശയിക്കേണ്ട ആവശ്യമില്ല. ഒരുത്തൻ്റെ കൂടെ കണ്ടെന്ന് ഇറങ്ങിപ്പോയി ചെറിയ തെറ്റൊക്കെ അല്ലേ ചെയ്തിട്ടുള്ളൂ. സംശയിക്കാൻ പാടുണ്ടോടാ? ഇതുപോലൊരു ഭാര്യയെ കിട്ടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ യുവാക്കളുടെ സ്വപ്നമാണ്. അപ്പം അത് വളരെ മോശമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് ഫിറോസ് കാണിച്ചത്. അങ്ങനെ സംശയിക്കാൻ പാടില്ലായിരുന്നു. വാർക്കിന് വേണ്ടി വന്ന ആളല്ല എന്നുള്ളത് കാണുമ്പോൾ അറിയാം. എനിക്ക് ഈ ലോകപരിചയമൊന്നും ഇല്ല എന്നുള്ളത് അറിയാം. എന്റെ ഫോട്ടോ വെച്ചിട്ട് ചേട്ടാ ഇപ്പോഴും ദുബായിൽ എന്നെ ഇത്ര രൂപയ്ക്ക് വെച്ച് കിട്ടും എന്നുള്ള രീതിയിൽ എന്റെ ഫോട്ടോ വെച്ച് അവിടെ പ്രചരിപ്പിച്ചു തുടങ്ങി. ഇവരാദ്യമായി ദുബായിൽ പ്രോഗ്രാം നടത്താൻ വേണ്ടി പോയ സമയത്തുള്ള കാര്യമാണ് പറയുന്നത്. സ്ത്രീയാണ്, റോഷ്നി അങ്ങോട്ട് പറയുന്ന ഒരു സ്ത്രീയാണ് കൊണ്ടുപോയത്. അവരിവരെ വലിപ്പിച്ചു. എന്നെ കൊണ്ടുവച്ചിട്ട് ഇവളാണ് ബിസിനസ് ചെയ്യുന്നത്, എത്ര രൂപയ്ക്ക് എന്നെ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് താരമായതുകൊണ്ട് എന്നെ കിട്ടും എന്നുള്ള രീതി. ഇത് ഞാൻ അറിയുന്നത് പോലും ഇല്ല. പൊട്ടി. ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടെ. നമ്മൾ ഷോപ്പ് വിസിറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗൾഫിലൊക്കെ പോകുമ്പോൾ ഇതാണ് എനിക്ക് അറിഞ്ഞൂടെ. പോയി അവിടെ ഇരിക്കുക, വരിക, ഒന്നുമില്ല. നമ്മൾ നല്ല ഡ്രസ്സിൽ തന്നെ പോയിരിക്കുന്നത്. നമ്മൾ അവിടെ പോയിട്ട് ഒന്നും ചെയ്യേണ്ട, അവിടെ പോയി ഇരുന്നാൽ മതി. അപ്പം അവർ എല്ലായിടത്തും പോയി ചിലവരൊക്കെ മറ്റേ വൈനൊക്കെ മേടിച്ചുകൊണ്ട് വരും. നമ്മളവിടെ നമുക്കൊരു കോക്ടെയിൽ പോലെ മറ്റേ ഈ ജ്യൂസ് പോലത്തെ ഒരു സാധനം നമ്മളെ കൊണ്ട് വെക്കും. നമ്മളവിടെ ഇങ്ങനെ ഇരിക്കും. ഞാൻ മറ്റേ മന്ദബുദ്ധികളെ പോലെ അവിടെ ഇരുന്ന് ഇവരും എൻ്റെ കൂടെ കാണും. ഞാനിരുന്ന് ഓക്കെ ഇതാണ് എൻ്റെ അവിടുത്തെ ഇത്. അത് കഴിഞ്ഞപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ പേര് ഇങ്ങനെ അതാവെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരെ വിളിച്ച് എൻ്റെ കുറച്ച് ഫ്രണ്ട്സുകൾ, അവിടുത്തെ കുറച്ച് ഫ്രണ്ട്സുകൾ പറഞ്ഞു, ഈ കൊച്ചിനെ ഇവിടുന്ന് കൊണ്ടുപോയിക്കോ, അവളൊരു പൊട്ടിപ്പെണ്ണ, ഇനി നെക്സ്റ്റ് ചിലപ്പോൾ ഇവളെ കൈവിട്ട് പോകും. അതായത് ഭയങ്കര ഇല്ലീഗലായിട്ടുള്ള നടക്കുന്ന സ്ഥലത്തല്ലേ എന്നെ കൊണ്ടുപോകാം. ഇപ്പം നേരെ തിരിച്ച് എന്തെങ്കിലും പ്രതികരിക്കുന്നതാണെങ്കിൽ പ്രതികരിച്ചിട്ടുമുണ്ട്. ഞാൻ പ്രതികരിക്കും. പക്ഷെ അങ്ങനത്തുള്ള എന്നെ ഒരിക്കലും യൂസ് ചെയ്തിട്ടില്ല. ദൈവ സത്യം ഇനി പറയും ഞാൻ അങ്ങനെ പോയി പേഴ്സൺ പറയും. എൻ്റെ മക്കൾ സത്യം, എൻ്റെ മോൾ സത്യം ഒരിക്കലും ഒരുത്തന്നെ എന്നെ തൊടാനോ വൃത്തിയുടെ രീതിയിലൊന്നും വന്നില്ല. പക്ഷെ ആ സിറ്റുവേഷനിലോട്ട് ആയി വരുമായിരുന്നു. എന്നെ വെച്ചിട്ട് ബിസിനസ് ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു അവിടെ. അപ്പോഴത്തേക്ക് പുള്ളിക്കാരി ഓടി. ഇതറിഞ്ഞ് പുള്ളിക്കാരിയുടെ പൈസ എടുത്ത് പുള്ളിക്കാരി അവിടെ ഓടിയെത്തി എന്നെ. ശരിക്കും പറഞ്ഞാൽ അവരൊക്കെ എനിക്ക് അവരെയും കൂടി ഇപ്പൊ ഇതിനകത്ത് പിടിച്ചിട്ടിരിക്കും കേട്ടാ. പുള്ളിക്കാരി എന്ന് ഉദ്ദേശിച്ചത് മറ്റേ സിംഗർ ആയിട്ടുള്ള ലക്ഷ്മി. അവരില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ പേഴ്ചകളായിട്ട് ജീവിച്ചേനെ. അല്ലെങ്കിൽ ഞാൻ വെറും മറ്റേ നമ്മൾ എങ്ങനെ ജീവിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടെ. ചിലപ്പോൾ എനിക്കറിയത്തില്ല, എൻ്റെ അവസ്ഥ എന്താണെന്ന് പോലും അറിയത്തില്ല. കാരണം അറിയാൻ പറ്റാത്ത ലോകത്ത് പോയി എന്താ പെട്ടുപോകുന്ന സംഭവങ്ങളാണ്. ചില പെണ്ണുങ്ങൾ പോയി പെട്ടുപോകുന്നെന്ന് പറയുന്ന കണക്ക് പെട്ടുപോയനെ ഞാൻ. അവിടുന്ന് എന്നെ ഈ പുള്ളിക്കാരി വന്നിട്ട് ഈ പുള്ളിക്കാരി വിളിച്ച് പുള്ളിക്കാരുടെ അടുത്ത് റസൂൽക്കാരത്തൊക്കെ വിളിച്ച് പറയുന്നു, ഇവരെല്ലാരും കൂടെയാണ് എന്നെ സപ്പോർട്ട് ചെയ്ത് അവിടുന്ന് കൊണ്ടുവരുന്നത്. റസൂൽ പൂക്കുട്ടി ഉൾപ്പെടെയാണ് ഇവിടുന്ന് കൊണ്ടുവരുന്നത്. എനിക്ക് ആ സമയത്ത് അപ്പം സജിന ദുബായിൽ പോയി പെട്ട സമയത്ത് സജിനെ രക്ഷിക്കാൻ വന്ന വ്യക്തികളാണ് പൂക്കുറ്റി ആൻഡ് ലക്ഷ്മി. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിൻ്റെ അടുത്ത് ഇങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെനിക്ക് കുറച്ച് ആളുടെ അറിയാവുന്നതാണ്. അതായത് ഈ ലക്ഷ്മിയെ പറ്റിയാണ് അവരെൻ്റെ അടുത്ത് പറഞ്ഞത്. ലക്ഷ്മി അവിടുത്തെ ബാറുകളിൽ പാടാൻ വേണ്ടി നടക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ രേണു സുധിയൊക്കെ ചെയ്തതുപോലെ. ഇവർ ചെല്ലുന്ന സമയത്ത് തന്നെ എല്ലായിടത്തും പറയുന്നു ഫോണൊക്കെ എല്ലാവരും ഓഫാക്കി വെക്കൂ എന്നുള്ള രീതി. കാര്യം ഇവരുടെ ഈ ബാറിലെ പെർഫോമൻസ് ഒന്നും പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് വളരെ ജെനുവിനായിട്ടുള്ള സോഴ്സിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങളാണ്. അത് ഇതിനെപ്പറ്റി നമ്മുടെ ഫിറോസും പറയുന്നുണ്ട്. പുള്ളിയുടെ കയ്യിൽ വീഡിയോ സൈസ് ഇരിപ്പുണ്ട്. കൂടുതൽ കിടന്ന് കടന്ന് മെഴുകി കഴിഞ്ഞാൽ പുള്ളി അതും എടുത്ത് പുറത്തിടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ലക്ഷ്മിയാണോ സജിനെ അവിടെ കൊണ്ടുപോയത്, അതോ ശരിക്കും റോഷ്നി എന്ന് പറയുന്നവളാണോ കൊണ്ടുപോയെന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. സജിനെ പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ. ഇനിയാണ് ഈ ഇന്റർവ്യൂവിനകത്തെ ഏറ്റവും പ്രശസ്തമായ ഡയലോഗ്. ശ്രദ്ധിച്ച് കേട്ടോണം. പൂക്കുറ്റി ചായനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. പൂക്കുറ്റി ചായൻ എന്റെ ആരായിരുന്നു എന്ന് പറയാൻ പോവുകയാണ്. വ്യക്തിയാണ്. കാരണം അതിനുവേണ്ടി പൈസ ചെലവാക്കി ഒരു കുഴിയിൽ നിന്ന് തന്നെ വേണം പറയാം. അത്രയും വലിയൊരു കുഴിയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന. പിന്നെ എൻ്റെ മെന്റൽ സപ്പോർട്ടിംഗ് ആയിട്ടൊക്കെ ഇവർ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല തിക് ഫ്രണ്ട്സ് ആയി ഞങ്ങൾ. കുറേ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ എന്ത് വന്നാലും ഞാൻ അങ്ങോട്ട് പറയും, ഇങ്ങനെയാണ് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ എനിക്ക്. അതായത് ചേട്ടാ ഞാൻ അതിനുശേഷം ഒരു വർഷം വർക്കില്ലാതെ ഇരുന്നിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളുടെ ഫീസ്, എൻ്റെ കാര്യങ്ങൾ, എൻ്റെ വീട്ടു ചെലവ് എല്ലാം അയാളെ എന്നെ ഹെൽപ്പ് ചെയ്തു. ഫുൾ ചെലവ് പൂക്കുറ്റി വക. ഒരു ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ആയിരുന്നു. എനിക്ക് എൻ്റെ ദൈവ തുല്യമാണ് എനിക്ക് അയാൾ. കാരണം പുള്ളിക്കാരൻ എനിക്ക് ചെയ്തിട്ടുള്ള ഹെൽപ്പ്. കാരണം ഒരു പടിക്കുഴിയിൽ പോയി വീഴാൻ പോയ ഒരു കുട്ടിയെ പിടിച്ചുയർത്തി എണ്ണിച്ചിട്ട് വന്നതിൻ്റെ ശിക്ഷയാണ് ഇപ്പം വന്നത് പുള്ളിക്കാരന്. അങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് നല്ലൊരു ബോണ്ടിങ് ആയി, നല്ലൊരു തിക് ഫ്രണ്ട്സ് ആയി. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെല്ലാം സംസാരിക്കാനായി. ഇപ്പോഴും ആ ബന്ധത്തിന് എന്ത് വിലയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് എൻ്റെ ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും പുള്ളി എന്താണെന്ന് എനിക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കാമുകനാണോ, അല്ലെങ്കിൽ ഒരു സഹോദരനാണോ, അല്ലെങ്കിൽ ഒരു വാപ്പാണോ, ഒരു എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അയാൾ എൻ്റെ ദൈവമാണോ എന്ന് എനിക്കും അറിയത്തില്ല. അത്രയും എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും നോക്കി എനിക്ക് എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. അത്രയും സിറ്റുവേഷനിൽ നിന്ന് എന്നെ കൈപിടിച്ചു തന്ന ഒരു വലിയൊരു മനുഷ്യൻ. പഴയ മമ്മൂട്ടിയുടെ സിനിമയിലെ ഒരു ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എൻ്റെ അമ്മയായിരുന്നു മേഴ്സി.
എൻ്റെ വല്യമ്മയായിരുന്നു മേഴ്സി, എൻ്റെ കുഞ്ഞമ്മയായിരുന്നു മേഴ്സി. ഇതൊന്നും കഴിഞ്ഞു പോയി. എൻ്റെ ബാപ്പാണ്, എൻ്റെ സഹോദരനാണ്, എൻ്റെ ദൈവമാണ് പുകുറ്റി എന്നാണ് പറയാം. ദൈവം പുകുറ്റി, പുകുറ്റി ദൈവം. ഈ ബാപ്പ എന്ന് ഏതർത്ഥത്തിലാണ് വിളിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ബാപ്പ അല്ലേ 3 തവണ സജിനെ ഗർഭിണിയാക്കിയത്? വല്ലാത്തൊരു ബാപ്പയാണ് കേട്ടാ. ഈ ബാപ്പയാകുന്ന ദൈവത്തെ പറ്റി സജിനെ പറയുന്ന സജിനയുടെ പട്ടിത്താറ്റ് നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ. അതൊന്നും ഞാൻ വെച്ചുതരാം, അതോടൊന്ന് കേട്ടോ. ദൈവത്തെ പറ്റി പറയുന്നത് ആരാധിക്കുന്നത് ഇങ്ങനെയാണെന്ന് തോന്നുന്നു. എന്നെ ചെയ്തു വെച്ചിരിക്കുന്ന എന്താന്ന് കണ്ടേ. അയാള് നമ്മൾ വിചാരിച്ചില്ല അപ്പുറം. അയ്യോ, അമ്മയുടെ പ്രായമുള്ള ആൾക്കാരെ പോലും വെച്ചിട്ട് ഞാൻ എല്ലാം തെളിവെടുത്ത് വെച്ചിട്ടുണ്ട്. തള്ളയുടെ പ്രായമുള്ള ആൾക്കാരെ പോലും. തള്ളയുടെ പ്രായമുള്ള ആൾക്കാരെ പ്ലക്കാൻ പോകുന്ന ദൈവം. അയ്യോ, എത്ര പെണ്ണുങ്ങളെ ഞാൻ വിളിച്ച് പറയുന്നത്. ബാപ്പയെ പറ്റിയാണോ പറയുന്നേ? ഇയാളെ മൊബൈൽ ഞാൻ ഇന്ന് വരെ എടുത്ത് നോക്കിയിട്ടില്ല, പക്ഷെ ഇന്ന് എടുത്ത് നോക്കിയപ്പോ എന്റെ ചങ്ക് പൊട്ടുവാണ്. എല്ലാവരും എനിക്ക് ഇങ്ങനെ അനുഭവങ്ങൾ വരുന്നത്. എന്തിനാണ് ദൈവനെ ചതിച്ച്? ഇല്ലല്ല, എന്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അയാൾക്ക് അയാളുടെ ഫാമിലിയെ വേണ്ടെങ്കിൽ അയാൾ ഇന്ന് 3 CR ഇന്ന് ഇവിടെ കൊണ്ടുവരണം. എനിക്ക് ദൈവത്തിന്റെ അടുത്ത് വില പേശുന്നു. ദൈവത്തിന്റെ അടുത്ത് 3 കോളി ഇവിടെ കൊണ്ടുവരുന്നു. 3 കോളി പൈസ മതി മോനെ. എനിക്ക് ഇനി എന്തായാലും ഇങ്ങനെ വേണ്ട. എനിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കണം. എനിക്ക് പൈസ മതി മോനെ. എനിക്ക് ഇനി എന്തായാലും ഇങ്ങനെ വേണ്ട. എനിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കണം. എന്റെ പൊന്നോ ഇല്ലല്ല, അപ്പുറത്തെ റൂമിൽ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടുന്ന് ഇറങ്ങുവാണെങ്കിൽ ഒന്നല്ലെങ്കിൽ എങ്ങനെ ഷാദിയ എന്നുള്ളത് അയാളെ ഫാമിലിയും അയാളെ അഭിമാനമാണ് വരുന്നത്. അല്ലല്ല, എന്റെ അഭിമാന പ്രശ്നമല്ല. എന്നെ ഇത്രയും ദ്രോഹിച്ച് ഇയാളെ വൃത്തികേട് ഫിറോസ് വരെ പറഞ്ഞതാ ഇവന്റെ കുറെ കാലിൽ. ഫിറോസിന്റെ പുണ്യാളായിരുന്നു ഫിറോസ് വരെ പറഞ്ഞത്. ഇവൻ ഉടായിപ്പാണെന്ന്. ദൈവമേ, അത് കുഴപ്പമില്ല, ഞാൻ അകത്ത് പോയി കടന്നാലും പോകത്തില്ല. ഇത് അവസാനിക്കുന്നത് ഇത് തന്നെയായിരിക്കും. 3 CR എനിക്ക് അയാൾ തന്നില്ല. എനിക്ക് കുഴപ്പമില്ലെന്ന് ഞാൻ 3 CR അയാൾ തന്നില്ലേ? ദൈവത്തെ ഞാൻ കോടതി ഏറ്റു. ഏത് ദൈവം? ഏത് വാപ്പൊക്കെ പള്ളിയില് ആ സെറ്റപ്പാ. എന്നിട്ട് ഇമാതിരി പട്ടിത്താട്ട് താറ്റിട്ടാണ് അങ്ങനെ എന്റെ ദൈവമാണ്, എന്റെ വാപ്പയാണ്, എന്റെ കൊച്ചാപ്പാണ്. ഈ ദൈവത്തെ ഓർത്ത് ഒന്നും മര്യാദക്ക് ഇങ്ങനെ ഈ ആക്ടിങ് കണ്ടിന് വീഴൂല്ല ജനങ്ങള്. എന്റെ പൊന്ന് സജന, നിന്നെ സമ്മതിക്കണം കേട്ടാ. ഓഹ്, ദൈവത്തിന്റെ അഭീതത്തെ പറ്റിയാണ് ഇപ്പൊ പറഞ്ഞത്. വല്ലാത്തൊരു ദൈവം തന്നെ. ഇനി ഈ ഫിറോസ് പുറത്തുവിട്ട വോയിസ് റെക്കോർഡിങ്സ്, അതായത് ഇവരുടെ സുഹൃത്തുക്കൾ തന്നെയാണ് ഫിറോസിന് ഇത് അയച്ചു കൊടുത്തത്. ആൻമരിയ എന്ന് പറയുന്ന ഒരു വ്യക്തിയും അതുപോലെ തന്നെ ദിയ സലയും. ഇനി ഇവർ തമ്മിൽ ഉടക്കി പിരിയാനുള്ള കാരണത്തെ പറ്റി സജന പറയുന്നുണ്ട്, അതൊന്ന് കേൾക്കുക. ഇന്നും ഇവരെല്ലാവരും നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ AC റൂം എവിടെയാന്ന് പറഞ്ഞാൽ നമ്മൾ AC റൂം സജനയുടെ വീട്ടിൽ ഈ പറയുന്ന ദിയാസന ഒരു ദിവസം ചെല്ലുന്നു. മുന്നോട്ട് കയറുന്നു. ദിയാസന ഒരു കവർ എടുക്കുന്നു, പൊടിക്കുന്നു, കുറേ സാധനങ്ങൾ ചെയ്യുന്നു. അപ്പം തന്നെ ഞാനങ്ങ് ഡെസ്പായി സത്യം പറഞ്ഞാൽ. ഇത് റീസെല്ല് ഒരു 5 മാസം പോലും 4 മാസം പോലും ആയിട്ടില്ല. ഇതപ്പം റീസെല്ല് നടന്നതാ. ഈ പുള്ളിക്കാരി ഈ സാധനങ്ങൾ ചെയ്യുക. എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഇറങ്ങിപ്പോന്ന് പറയാനും പറ്റുന്നില്ല. എനിക്കറിഞ്ഞൂടെ. നോ പറയേണ്ട സ്ഥാനത്ത് നമ്മൾ നോ പറയണമെന്ന് പറയുന്നത് സത്യമാണ്. ഞാൻ വല്ലാത്ത ഘട്ടത്തിൽ നിൽക്കും. അപ്പോൾ ഇവരെൻ്റെ അല്ല, അതിനുശേഷം പുള്ളിക്കാർക്ക് എൻ്റെ അടുത്ത് റിവെഞ്ച് വരാൻ കാരണം ഇതാണ്. എൻ്റെ അടുത്ത് അതിനുശേഷം പുള്ളിക്കാരെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സജന ഞങ്ങൾ അങ്ങോട്ട് ഒരു ദിവസം വരാൻ വേണ്ടി നിൽക്കുക, ഞങ്ങൾ കുറച്ച് പേരുണ്ട്, ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാം കൂടെ അങ്ങോട്ട് വരാം. ഞാൻ പറഞ്ഞു, ദിയ, ഈ വീട്ടിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കത്തില്ല. എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരാൻ നിൽക്കുക. ഞാനൊരു വർക്ക് തുടങ്ങാൻ വേണ്ടി വെച്ചിരിക്കുന്ന സാധനം. അന്ന് ദിയ വന്നപ്പോഴത്തേക്ക് എനിക്ക് നോ പറയാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി, ഇറക്കി വിടാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. പക്ഷേ ദിയ ചെയ്തത് ഭയങ്കര ഇല്ലീഗൽ കാര്യമാണ്. അപ്പോൾ അവിടെ നിന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ദിയ പറയുന്നുണ്ട്, ഇത് കാരണമാണ് ഞാൻ ജീവിച്ചു പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതായത് അന്നേരം കച്ചവടം കാണുമായിരിക്കും മേ ബി. ഇത് കാരണമെന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാറേ ഉള്ളല്ലോ. അപ്പം അന്നേരം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടും ഞാൻ അങ്ങ് പറഞ്ഞു, ദിയ അടുത്ത് റേസായി. ഞാൻ പറഞ്ഞു, ദിയ പ്ലീസ് എന്നെ ദേവി ഇതിനകത്ത് പിടിച്ചെടുത്ത്, എനിക്ക് വേറെ എന്തോ ഓക്കെയാണ്, പക്ഷേ ഇതിനകത്തുള്ള കാര്യങ്ങളൊന്നും എന്നെ കണ്ട് ഇതാക്കരുത്, എനിക്ക് പേടിയാ ദിയാന്ന് പറഞ്ഞു. ഇവൾ എന്നെ അങ്ങ് ചീത്ത വിളിക്കാൻ തുടങ്ങി. മറ്റവളെ ഞാനെന്തോ മറ്റേതാകുന്നത്, നീ എന്തോ നല്ല കുഞ്ഞ് കാണിക്കാൻ പോകുന്നു, നീ എന്തോ. അതായത് എന്നെ അങ്ങ് എനിക്കറിയത്തില്ല ഏട്ടാ, ഞാൻ എന്തോ ഭയങ്കര കുറ്റക്കാരി പോലെ എന്നെ അങ്ങ് ഭയങ്കര. അപ്പം തൊട്ടേ ആളങ്ങ് തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ദിയയുമായിട്ട് ഉടക്കി പിരിയാനുള്ള കാരണം. ദിയ പൊടിയടിച്ചു വീട്ടിൽ വന്നിരുന്നു. പിന്നീട് പൊടിയടിക്കാൻ വേണ്ടി വന്ന സമയത്ത് പറയാൻ, നിന്റെ പൊടിയടിയെന്ന് നടക്കത്തില്ല, പൊടിയെന്ന് പറയും. അങ്ങനെ ബ്രഹ്മയെ ഉടക്കി പിരിഞ്ഞു. സജിന പറയുന്നത് കൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. സജിന പറയുന്നത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാനും പറ്റത്തില്ല. ഈ ചിരിയുള്ളെങ്കിൽ അവർ ഇത്രയും കയറ്റി പറയും. ആ ടൈപ്പാണ് സജിന. എന്ത് തേങ്ങയാണെങ്കിലും ഇത് ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ്. ദിയാസുനയ്ക്ക് കച്ചവടം ഉണ്ടെന്ന് വരെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ
വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ട് പോവുകയാണ്. അപ്പം തൂഫാൻകാർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഈ തൂഫാന്റെ പരിപാടിയും കൂടെ ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും. ഇവരെയൊക്കെ വിളിച്ചു വരുത്തി കൃത്യമായിട്ട് ചോദ്യം ചെയ്യണം. നല്ല രീതിയിൽ ഒരു അന്വേഷണം ഇതിന്റെ പുറകെ വേണം. കാരണം ഇതുകൊണ്ട് ഗുണം നിങ്ങൾക്കേ ഉണ്ടാകത്തുള്ളൂ. ഈ എവിടെയെങ്കിലും കിടക്കുന്ന 5-6 പിടിച്ചു കഴിഞ്ഞാൽ നാലുപേർ അറിയൂല. ഇങ്ങനെയുള്ള ടീംസ്, ഇങ്ങനെയുള്ള പൊടിയടിക്കുന്ന ടീംസിനെ ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഇങ്ങനെ നടന്ന് ഉണ്ടാക്കുന്ന ടീംസിനെയൊക്കെ പൊക്കി കഴിഞ്ഞാൽ 4 പേര് അറിയും. അന്നേരം ഈ തൂഫാൻ പണിയെടുക്കുന്നുണ്ട് എന്ന് ഉള്ള കാര്യം ജനങ്ങളെന്നറിയും. എല്ലാവർക്കും ഒരു പേടി അന്നേരം ഉണ്ടാകും. അവരെ പൊക്കുന്നേരം നാളെ നമ്മളെയും പൊക്കും എന്നുള്ളൊരു പേടി ഉണ്ടാകും. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെ പൊക്കുവാണെങ്കിൽ നിങ്ങൾക്കൊരു ഗുണമാണ്. ഈ തൂഫാൻ ഒരു നല്ല മൈലേജും കിട്ടും. പൊടിക്കച്ചവടം നടക്കുന്നവർക്ക് ഒരു പേടിയും ഉണ്ടാവും. ഇങ്ങനെ ഈ ദിയാസനയുടെ കാര്യം ഉള്ളതാണോ ഇല്ലയോ എന്ന് അറിയത്തില്ല, അത് അന്വേഷിക്കേണ്ടതാണ്. അല്ലെങ്കിൽ സജിനയെ പൊക്കണം. സജിനയുടെ പേരിൽ ലവൻ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഫിറോസ്. ഈ സജിനയും ലക്ഷ്മി ജയനും ഒക്കെ അതിന്റെ അപ്പുറം വന്ന്. അപ്പൊ എല്ലാത്തിന്റെയും പേരിൽ അലിഗേഷൻസ് നടക്കുന്നുണ്ട്. അപ്പൊ എന്താണെങ്കിലും കൃത്യമായിട്ട് അന്വേഷിക്കണം. വേണ്ട നടപടികൾ എടുക്കേണ്ട പരിപാടിയാണിത്. എനിക്ക് അയാൾ എവിടെയും വലിച്ചു കീറാനോ ഒട്ടിക്കാനോ എനിക്കല്ലാതെ അയാൾ അങ്ങനെ ചെയ്താൽ എൻ്റെ മക്കൾക്കും എനിക്ക് ശിക്ഷ കിട്ടത്തുള്ളൂ. അത്രയും നല്ലൊരു മനുഷ്യനാണ് അയാൾ. ദൈവം അങ്ങനത്തെ ഒരു അലിഗേഷൻ വന്നപ്പം ഇപ്പോ ശരിക്കും ഇദ്ദേഹം ഇത് പുറത്തു വിട്ടല്ലോ, ഫിറോസ് പുറത്തു വിട്ടു. പൂക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു ഇമേജിനെ ബാധിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് അദ്ദേഹം എന്താ പറയുന്നത്? കാരണം പുള്ളി ഇങ്ങനെയുള്ള അലിഗേഷൻ കാര്യങ്ങളൊന്നും പുള്ളി ഏറ്റെടുക്കാനോ അങ്ങനെ അതിന് പ്രതികരിക്കാനോ എൻ്റെ അടുത്ത് പോലും പറഞ്ഞത് നീ സംസാരിക്കാൻ പോകണ്ട, വിട്ടേക്ക് എന്ന് പറഞ്ഞ സാധനമാണ്. കാരണം പുള്ളിക്ക് ഇതിനകത്തുള്ള അലിഗേഷനും കാര്യങ്ങളൊന്നും പുള്ളി അങ്ങനെ മറുപടി പറയാൻ താല്പര്യമില്ല പുള്ളിക്ക് അതിന്. കാരണം ഇതൊക്കെ പുള്ളി പറയുന്നത് അത് ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാം, അത് വിട്ടേക്ക്. പക്ഷേ ഈ വോയിസ് റെക്കോർഡ് വന്നപ്പോൾ ഭയങ്കര നമ്മളെല്ലാവരും കുടുംബത്തിന് അതൊരു വിഷയമാണ്. അതൊക്കെ നമ്മൾ അവിടെ നമ്മൾ അത് ചില കാര്യങ്ങൾ നമുക്ക് അവിടെ പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അവരെല്ലാം നമുക്ക് സപ്പോർട്ട് ചെയ്ത് നമ്മൾ അവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇക്കാടെ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും ഫുൾ സപ്പോർട്ട് ഞങ്ങളോട് നിൽക്കുന്നുണ്ടാണ്. ഞങ്ങൾ ഇപ്പോഴും ജീവനോടെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവരുടെ കാര്യങ്ങളെല്ലാം ഭയങ്കര വിചിത്രമാണ്. ഇവരുടെ ഈ റിലേഷൻഷിപ്പിന് പൂക്കുറ്റിയുടെ വീട്ടുകാർ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ആദ്യമായിട്ടാണ് ഒരു അവിഹിതത്തെ ഇത്രയും ഗ്ലോറിഫൈ ചെയ്ത് ഒരു സ്ത്രീ വന്ന് സംസാരിക്കുന്നത് കേൾക്കുന്നത്. ഇത് സജിനെ വെച്ച് നോക്കുക. സജിനയ്ക്ക് പറയാം, ഞങ്ങള് ഫിറോസുമായിട്ട് പിരിഞ്ഞ് താമസിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഈ പറയുന്ന പൂക്കുറ്റിയുമായിട്ട് അവിഹിതം തുടങ്ങിയത്. അവിഹിതമല്ല, ഈ പൂക്കുറ്റിയുമായിട്ടുള്ള ബന്ധം, ദൈവം ബന്ധം തുടങ്ങിയതെന്ന്. പക്ഷെ പൂക്കുറ്റിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ പൂക്കുറ്റിയുടെ ഭാര്യയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത് അവിഹിതമാണ്. പൂക്കുറ്റിക്ക് മക്കളുള്ളതാണ്, ഭാര്യ ഉള്ളതാണ്, അവർ ഡിവോഴ്സ്ഡ് അല്ല. ആ സ്ത്രീയുടെ ഹെൽത്ത് ഭയങ്കര മോശമായിട്ട് കിടക്കുകയാണ്. എനിക്കൊന്ന് ക്യാൻസർ എന്തോ അങ്ങാണ്ടാണ്. ആ സമയത്താണ് ഭർത്താവ് ഈ മാതിരി രീതിയിൽ പോകുന്നത്. അതും ഇവരുടെ എല്ലാ കാര്യങ്ങളും, വീട്ടു കാര്യങ്ങൾ വരെ പൂക്കുറ്റിയെ ചെയ്തു കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. ഈ പച്ചക്കറി അരിയുന്ന മീൻ വെട്ടുന്ന പൂക്കുറ്റിയാണെന്ന് മാത്രം നോക്കിയാൽ മതി. ഭാര്യയ്ക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ട സമയത്ത് വേർത്തിയുടെ വീട്ടിൽ പോയിട്ട് വീട്ടുകാര്യങ്ങൾ ചെയ്യുന്നു. നല്ല പരിപാടി. ഇത് പിന്നെ അവിഹിതം അല്ല, പിന്നെ എന്തു പറയണതിന്? നിങ്ങൾക്കത് അവിഹിതമായിരിക്കത്തില്ല, പക്ഷെ അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് അവിഹിതമാണ്. ജനങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് അവിഹിതം തന്നെയാണ്. എന്നിട്ട് വന്നിട്ട് പറയുന്നത് അവരുടെ വീട്ടുകാർക്ക് ഭയങ്കര സപ്പോർട്ടാണ്. എന്തുപാടി ഇത് ഇവിടെ നടക്കുന്നത്? എന്തൊരു വിചിത്രമായ ആചാരങ്ങളാണ് ഇതൊക്കെ. ശിവ ശിവ, പൂക്കുറ്റിയായിട്ട് ദൈവം തന്നെ കേട്ടോ. അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്തോ. ഇനി ഫിറോസിന്റെ മുകളിലോട്ട് വലിയൊരു ആരോപണം സജിന എടുത്തിടുന്നുണ്ട്. മറ്റൊരു പോഷ്കോ. ഇത് മുൻപ് സജിന പറഞ്ഞിട്ടുള്ളതാണ്, അതൊന്ന് കേൾക്കാം. എല്ലാം പറഞ്ഞ് ഞാൻ കൊണ്ട് കേസ് ഫയൽ ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കാരണം ഈ കൊച്ചിനെ ഞാൻ വിളിച്ച് സംസാരിച്ചു. അതായത് ഈ കുട്ടിയെ വിളിച്ചുകൊണ്ട് 16-17 വയസ്സുള്ള കുഞ്ഞിനെയാണ് വിളിച്ചുകൊണ്ട്. സ്വന്തം മോക്ക് 17 വയസ്സേ ഉള്ളൂ ചേട്ടാ. എത്ര വർഷം മുമ്പ്? ഇപ്പം അതൊരു ഇപ്പം ആ കൊച്ചിന് 18 വയസ്സായിട്ടുണ്ട്. ഈ ഫെബ്രുവരി ഒരു കൊല്ലം ആയിട്ടുണ്ട്. പ്രായപൂർത്തിയാകാത്ത സമയത്താണ് പ്രേമം നടിച്ച് ഭയങ്കരമായിട്ട് സ്നേഹിച്ച് ഭയങ്കര ഇതാക്കിയിട്ടെല്ലാം വന്നിട്ട് നേരെ ഹോട്ടലിൽ വന്നു ഈ കൊച്ചിനെ യൂസ് ചെയ്യുകയാണ്. അത് പറയുന്നുണ്ട്. അതിൻ്റെ വോയിസ് റെക്കോർഡ് ഫുൾ എൻ്റെ കയ്യിലുണ്ട്. എനിക്കിവിടെ പ്ലേ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് ഞാൻ പ്ലേ ചെയ്യുന്നത്. നിയമപരമായിട്ടാണ് അത്, നിയമപരമായിട്ട് തന്നെ ഞാൻ നീങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കൊച്ചു കടന്ന് പറയുന്നുണ്ട് എനിക്ക് ഈ കുഞ്ഞിന് പേടിയാണ്. അതിൻ്റെയും പൊട്ടത്തരത്തിൽ ഈ പറഞ്ഞ കണക്ക് പോയതായിരിക്കാം. ഫേസ്ബുക്കിൽ പരിചയപ്പെട്ടു, അങ്ങനെ സംസാരമായിരുന്നു. അങ്ങനെ ഇതിനെ ഉപയോഗിച്ചതിന് ശേഷം ഇതിനെ ഒഴിവാക്കാൻ കണ്ടത് ഇവൾ ഏതൊക്കെയോ ആണുങ്ങളെ മെസ്സേജ് ചെയ്യുന്നു, ഏതൊക്കെയോ പെണ്ണുങ്ങളെ മെസ്സേജ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ അലിഗേഷൻ പറഞ്ഞിട്ട് ഇവന് സൈബർ സെല്ലിൽ ആരൊക്കെയോ പരിചയമുണ്ട്, നിന്നെ പൊക്കൂടി എന്നൊക്കെ പറഞ്ഞ് ഈ കൊച്ചിനെ വരട്ടിയാണ് ഈ കൊച്ചിനെ ഒഴിവാക്കുന്നത്. അതും അപ്പൊ മൂന്നാമത്തെ പോഷ്കോ. എന്താണിത്? ഇത് മൊത്തം ഇങ്ങനെ തന്നെ. ഫിറോസിന്റെ മുകളിൽ വരുന്ന ഏറ്റവും വലിയൊരു ആരോപണമാണിത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അന്വേഷണം നടക്കുന്നുണ്ടോ വലിയ കാര്യമൊന്നും അറിയത്തൊന്നുമില്ല. ഈ ഒരു സംഭവത്തെ തുടർന്ന് ഈ സജിന കൊണ്ടുപോയി കേസ് കൊടുക്കുകയും അതുപോലെ തന്നെ കുറച്ച് നാൾക്ക് മുമ്പ് വീഡിയോയിൽ, ഇൻസ്റ്റാഗ്രാമിൽ ഇവരിട്ട വീഡിയോയിൽ ഇവർ ഈ കാര്യം തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ പിന്നെ മുക്കി, അതൊരു കാര്യം. അപ്പം ആ ഒരു സമയത്ത് ആ സംഭവം ഈ വീഡിയോ ഇട്ടതിന് ശേഷം ഫിറോസ് ഇവരെ വിളിച്ചിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഫിറോസ്, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ഇപ്പൊ ഞാനായാലും ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ അനുഭവിക്കുമായിരിക്കും. അത് ഞാൻ ഇപ്പൊ എന്നെ കൊണ്ട് കഴിയാവുന്നത് കേസ് ഞാൻ അത് ആ രീതി ചെയ്യാം. എനിക്കിതുകൊണ്ടൊന്നും അവിടെ ഇതാണെന്ന് പറയുമ്പം ബാക്കിയുള്ളവർ അതിന്റെ തെളിവ് എടുത്തിട്ട് ലാസ്റ്റ് അതിനകത്ത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ലാസ്റ്റ് അത് പ്രശ്നമാവും. ഞാൻ പറയുന്നുണ്ടല്ലോ, ഇതുപോലെ സായി ഇപ്പൊ
പറഞ്ഞാൽ മതി. നിനക്ക് പറ്റുമെങ്കിൽ നീ ചെയ്യും, കാരണം അല്ലെങ്കിൽ എന്റെ അവസ്ഥ നീ നിനക്ക് അറിയില്ല. നീ ചിലപ്പോൾ കേൾക്കുന്ന വേറെ ആയിരിക്കും, ഞാൻ മരിച്ചെന്നുള്ളതായിരിക്കും. ഞാൻ ഒരിക്കലും പക്ഷെ മണ്ടത്തരം കാണിക്കരുതെന്ന് ഞാൻ പറയുന്നത്. വേറെ ആർക്കെങ്കിലും ചോദിച്ചോ, ഇത് ഞാൻ വീണ്ടും എടുത്ത് ഇങ്ങനെയാണ് ഇതെന്ന് പറയുമ്പോൾ ഒരു വീഡിയോ ചെല്ലുക വീണ്ടും ഇതൊരു ഊമക്കത്തായിരുന്നു, ആ സാധനം ഇൻവാൽവഡ് ആയിരുന്നു എന്നുള്ള സാധനം ഞാൻ പറഞ്ഞു. ഇത് ആരെങ്കിലും കുത്തിപ്പൊക്കി ആ സാധനം അങ്ങനെയാണെന്ന് പറഞ്ഞ് വീണ്ടും അത് കുത്തിപ്പൊക്കാനില്ല, അത് കുത്തിപ്പൊക്കാൻ പറ്റില്ല. അത് നീ അല്ലാതെ ലോകത്ത് ആർക്കും അത് കുത്തിപ്പൊക്കാൻ പറ്റില്ല, ഞാൻ മനസ്സിലാക്കിക്കോ. അപ്പം സജിനെ അല്ലാതെ വേറെ ആരും ഇത് കുത്തിപ്പൊക്കില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു സത്യം ഉണ്ടായിട്ടായിരിക്കണമല്ലോ ഫിറോസ് അങ്ങനെ ഒരു ഡയലോഗ് അടിച്ചത്. അപ്പൊ കുത്തിപ്പൊക്കിയാൽ കുത്തിപ്പൊക്കാൻ വേണ്ടിയിട്ട് എന്തോ ഉണ്ട്. ഇത് ദിയേക്കറിയാം ഈ കാര്യങ്ങളൊക്കെ. ഈ സറൗണ്ടിങ് എന്റെ ഫ്രണ്ട്സൊക്കെ അറിയാം. ആളുടെ കയ്യിൽ തന്നെ ഈ ഇതിന്റെ വോയിസ് റെക്കോർഡും ഈ കൊച്ചിന്റെ വോയിസ് റെക്കോർഡും ഉണ്ടെന്ന് എന്താ ഉറപ്പ്? ഒന്നുമില്ല, അത് അങ്ങനൊന്നും അല്ല, അത് നിനക്ക് മാത്രമേ ഉള്ളൂ. വീണ്ടും വീണ്ടും ഈ കൊച്ചിന്റെ ഞാൻ സംസാരിക്കുന്ന വോയിസ് റെക്കോർഡ് പല ആൾക്കാരുടെ കയ്യിലുണ്ട്. അത് കുത്തിപ്പൊക്കുമ്പം ഇവരെല്ലാരും കൂടെ പറയും ഇവർ രണ്ടുപേരും കളിക്കുവാണോ എന്നുള്ള രീതിയിൽ വന്നിട്ട് ഇത് ലാസ്റ്റ് വെളിയിൽ വന്ന് നിങ്ങൾ തന്നെ ലാസ്റ്റ് പ്രശ്നം വരും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നീയുമായിട്ട് സംസാരിച്ചപ്പോൾ അതങ്ങനെ വേറൊരാൾക്ക് പോകുന്നത്? ഞാനത് പറഞ്ഞല്ലോ എന്റെ മറ്റേ വോയിസ്. അപ്പൊ അങ്ങനെ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടി സജിനോട് സംസാരിച്ചിട്ടുണ്ട്, അത് വേറെ ഒരാൾക്ക് പോകുന്നത് എങ്ങനെയാണെന്നാണ് ഫിറോസ് ചോദിക്കുന്നത്. സോ ദേർ ഈസ് സംതിങ്. പോയി എന്റെ മറ്റേ വോയിസ് എങ്ങനെ പോയി? ഞാൻ തന്നെ അയച്ചു കൊടുത്തല്ലേ. അതുപോലെ ഇത് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പറയുന്നത് എന്ന് പറഞ്ഞാൽ സജിന നീ എങ്ങനെയെങ്കിലും ഇത് ഊമക്കത്ത് വന്ന നിനക്കൊരു ഊമക്കത്ത് വന്നതാണെന്ന് പറഞ്ഞിട്ട് നീ അതങ്ങ് ഇല്ലാതാക്കുക, നീ ഒരു വീഡിയോ ചെയ്തെതിരായിട്ട് പ്ലീസ് സജിന, അല്ലെങ്കിൽ ഞാൻ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഇത് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന കണക്കൊരു വീഡിയോ വോയിസ് റെക്കോർഡ് അല്ല ഇത് ഒന്നും അല്ല ഒരു വീഡിയോ പോലെ അല്ല ഇത്. എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവും, അറസ്റ്റ് ചെയ്തുകൊണ്ട് വീഡിയോ മൊത്തം ചാനലും ആവും. ഈ വോയിസിന്റെ തുടക്ക ഭാഗത്ത് കുറെ തവണയായിട്ട് ഫിറോസ് സ്വയം മരിക്കും എന്ന് പറയുന്നുണ്ട്. കൈൻഡ് ഓഫ് ഭീഷണിപ്പെടുത്തലാണ് ഇമോഷണലി. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പാവം നിനക്ക് കിട്ടും, നാളെ അതായിരിക്കും നീ കേൾക്കാൻ പോകുന്നത്. ഇത്തരത്തിലൊരു ഭീഷണിയാണ്. മാത്രമല്ല ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്ന് ഈ വോയിസിനകത്ത് എവിടെയും നിഷേധിക്കുന്നില്ല. ഇതൊരിക്കലും ഫുൾ വോയിസ് അല്ല, ഇതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. നമ്മൾ കേൾക്കാത്ത സ്ഥലത്ത് അങ്ങനെ പറയുന്നുണ്ടോ ഇല്ലയോ എന്നറിയില്ല. പക്ഷേ നമ്മൾ ഈ കേൾപ്പിച്ച ഭാഗത്ത് മൊത്തം ഫിറോസ് അങ്ങനെ ഒരു സാധനം പുള്ളി ചെയ്തിട്ടില്ല എന്ന് നിഷേധിക്കുന്നില്ല. മാത്രമല്ല നല്ല രീതിയിൽ പുള്ളി ഇങ്ങനെ കടന്ന് വരവുന്നുണ്ട്, നല്ലപോലെ അങ്ങ് പരിങ്ങുന്നുണ്ട്. അത് വോയിസിനകത്ത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പുറകിൽ സത്യാവസ്ഥ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു അന്വേഷണം വേണം. ഇവർ ഓൾറെഡി കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. സത്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തു വരട്ടെ, ഫിറോസിന്റെ മുഖവും നാട്ടുകാർ അറിയട്ടെ. ഇതിപ്പോ നോക്കുവാണെങ്കിൽ സജിനയുടെ ആദ്യത്തെ വിവാഹം ഈ പോസ്റ്റ് കോഡ് അണ്ടറിൽ വരുന്നതാണ്, ഫിറോസിന്റെ ആദ്യത്തെ വിവാഹം പോസ്റ്റ് കോഡ് അണ്ടറിൽ വരുന്നതാണ്. അതാണ്ട് ഇപ്പം വേറൊരു പെണ്ണുമായിട്ട് അഫെയർ ആയത് അതും പോസ്റ്റ് കോഡ് അണ്ടറിൽ വരുന്നതാണ്. എല്ലാം ഒന്നിനൊന്നിനും മെച്ചം എന്ന് പറയുന്ന പോലെ ഇതിനകത്ത് എല്ലാവരും കൂതറകള്. ഏറ്റവും വലിയ കുക്കൂതറ ആരാണെന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. നിങ്ങൾ മറ്റേ തൊപ്പിയുടെ ഗ്യാങ്ങുമായിട്ട് വല്ല കൊളാബ് ചെയ്തുകൂടിയേ? എല്ലാം കൂടെ ഒരു ഒറ്റ കുറ്റിയിൽ കെട്ടാ കല്യാണത്തിൻ്റെയും കൂടെ നിങ്ങളെല്ലാം കൂടെ ഒരു റൂം എടുത്ത് താമസിക്കുക, സൂപ്പറായിരിക്കും. എല്ലാവരും കൂടെ അലമ്പും അഭീതം ഒക്കെ ആയിട്ട് ഒരു കൊളാബടി തൊപ്പിയുമായിട്ട് എവർഗ്രീൻ കൊളാബായിരിക്കും. എല്ലാത്തിനും കൂടെ റൂമിലിട്ട് പൂട്ടിയാലും ഒന്നിനൊന്നിനും മെച്ചം. കൂടുതലൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല, ഇതാണ് ഇന്റർവ്യൂ. സോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ ഒന്ന് കമന്റ്. ഞാനൊന്നും പറയുന്നില്ല. അപ്പം ശരി, ബൈ.